ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുത്തത് സ്വർഗ്ഗത്തെ കുറിച്ചായിരുന്നില്ല, ഭീതിപ്പെടുത്തുന്ന നരകത്തെ കുറിച്ചായിരുന്നില്ല, നാളെ പാരവശ്യതയോടെ പരക്ഷണങ്ങൾ പരിഭ്രാന്തരായി നീന്തിപ്പോകുന്ന മഹിഷറയെ കുറിച്ചായിരുന്നില്ല, ഏറ്റവും വലിയ നീതി തുലാസിനെ കുറിച്ചായിരുന്നില്ല. തന്റെ മുമ്പിലോട്ട് വന്ന ആളുകളോട് ആദ്യമായി മദ്യം പാപമാണെന്നല്ല പറഞ്ഞത്, പലിശ വർജിക്കണമെന്നല്ല പറഞ്ഞത്, ഈ പെണ്ണിനെ ജീവനോട് കുടിച്ചു മൂടണമെന്നല്ല പറഞ്ഞത്. 6-ാം നൂറ്റാണ്ടിലെ മനുഷ്യത്വം എത്തിപ്പോയ മനുഷ്യരുടെ ഉള്ളിലേക്ക് ശ്രീലമേതാണ് അശ്ലീലമേതെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ജനതയോട് ആദ്യമായി പറഞ്ഞു കൊടുത്തത്, ഈ പറയുന്ന എല്ലാ സാമൂഹിക തിന്മകൾക്കും ഒരു അവസാനം ഉണ്ടാകണമെങ്കിൽ നിങ്ങളറിയണം, ഈ കാണുന്ന അഖില ലോക ബ്രഹ്മാണ്ഡ കടാകത്തെ മുഴുവനെ സൃഷ്ടിച്ചു പരിപാലിച്ചു പോകുന്ന ഈ ഭൂമിയെ സൃഷ്ടിച്ച, ഈ സൂര്യനെ സൃഷ്ടിച്ച, ഈ താരാപഥങ്ങളെ, ഈ നബൂലകളെ, ഈ ഗാലക്സികളെ, ഈ ഉൽക്കകളെ, ഈ തരം തല്ലി നടക്കുന്ന തിരമാലകളെ, ആ തിരമാലകളുടെ ഉള്ളിലൂടെ പഠിച്ചു നീന്തി പോകുന്ന മലൽ മത്സ്യങ്ങളെ, എല്ലാത്തിനെയും ഈ സസ്യലതാദികളെ, ഈ വൃക്ഷതരുലതാദികളെ മുഴുവനും പരിപാലിച്ച് സംഹരിച്ചു പോകുന്ന ഏകനായൊരു പടച്ചതമ്പുരാനുണ്ടെന്ന് എല്ലാം ഒരു ഒരൊറ്റ നിമിഷം കൊണ്ട് ഈ ലോകത്ത് സൃഷ്ടിക്കപ്പെട്ടതല്ല. ഈ പർവ്വതങ്ങളും ഈ ഗിരിസിംഹങ്ങളും ഈ സൂര്യനും ഈ ചന്ദ്രനും നിങ്ങൾ കാണുന്ന ഗോചരവും അഗോചരവുമായ എല്ലാ സകലമാന വസ്തുക്കളും, ഈ മനുഷ്യനും ഈ മൃഗങ്ങളും ഈ നാൽക്കാലികളും ഏകകോശജീവിയായ അമീബയടക്കമുള്ള എല്ലാ സർവ്വതരാചരങ്ങളും, ആ ചരാചരങ്ങളെല്ലാം ഒരൊറ്റ നിമിഷം കൊണ്ട് പെട്ടെന്ന് സൃഷ്ടിക്കപ്പെട്ടതല്ല. ഓമാ അള്ളാഹുവിന്റെ ഏറ്റവും വലിയ ദുരാവാക്യം പടക്കി കൊടുത്തുകൊണ്ട് നിങ്ങൾ അറിയണേ, എല്ലാവരും അറിയേണ്ട സത്യമേതാണ്. ഈ ആകാശവും ഈ ഭൂമിയും, ഈ ആകാശഭൂമികളുടെ ഇടയിലുള്ള സർവ്വധരാധരങ്ങളും അതിനെയൊന്നല്ല ഒരു കളിതമാശയായി സൃഷ്ടിക്കപ്പെട്ടതല്ല, അവരൊറ്റ ദിവസം കൊണ്ട് മുളച്ചു പൊന്തിയതല്ല, ഈ സൂര്യനോട് മഹാവിസ്ഫോടന സിദ്ധാന്തത്തിലുണ്ടായതല്ല, ഈ സൂര്യൻ ആരും അറിയാതെ കിടക്കുതിച്ചതല്ല, ഈ ചന്ദ്രൻ രാത്രി പോയപ്പോ ആരും അറിയാതെ വന്നതല്ല. ഇതിന്റെ എല്ലാ പുറകിലൊരു സിദ്ധാവുണ്ട്. ആ സിദ്ധാവാണ് ഒരു കളിതമാശയായി സൃഷ്ടിക്കണമെങ്കിൽ എന്റെ കളിയാത്തരങ്ങാണ്, എല്ലാം ഞാനാണ് പടച്ചത്, എല്ലാം ഞാനാണ് നിയന്ത്രിക്കുന്നത്, എല്ലാം എന്റെ കീഴിലാണ്, ഞാൻ അറിയാതെ ഈ ലോകത്തൊന്നും സംഭവിക്കുകയില്ല. എല്ലാം രേഖപ്പെടുത്തി വെച്ചത് ഞാനാണ്. ഭാവിയും ഭൂതവും വർത്തമാനവും അറിഞ്ഞതും അറിയാത്തതും രഹസ്യവും പരസ്യമായതും നെഞ്ചിൻ്റെ ഉള്ളിൽ ഉറപ്പിച്ചു വെച്ചതും കണ്ണിൻ്റെ ഉള്ളിൽ ആരും അറിയാതെ വന്നു പോയതും എല്ലാം അറിയുന്ന ഒരു തമ്പുരാനുണ്ട്. ഇതെല്ലാം എന്റേതാണ്. ഞാൻ അറിയാതെ ലോകത്തൊന്നും സംഭവിക്കുകയില്ല. അവനാണ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അവൻ ഏകനാണ്, അവൻ ജാതനല്ല, അവൻ ഭൂജാതനല്ല, അവൻ സമാനനല്ല, അവൻ നിരാശ്രയനാണ്, അവൻ പരാശ്രയനല്ല. അതുകൊണ്ട് ശാസ്ത്രലോകമേ ദൈവഗണം കണ്ടുപിടിച്ചപ്പോ ദൈവത്തെ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് വെല്ലുവിളിച്ചവരെ, നാസ എന്ന ബഹിരാകാശ കേന്ദ്രത്തിൽ ആകാശത്തിലേക്ക് നോക്കി ചൊവ്വയിലെ വെള്ളം കണ്ടുപിടിച്ചവനെ, സൂര്യനായി നിശ്ചയിച്ചവനെ, 500 കോടി വർഷം മാത്രമേ ഇനി സൂര്യനെ സഞ്ചരിക്കൂ എന്ന് പറഞ്ഞവനെ ഇല്ല. വശംസു തജ്രി ലിമുസ്തഖരില്ല. ഈ സൂര്യൻ സഞ്ചരിക്കുന്നുണ്ട്, അത് പടിഞ്ഞാറൻ ചക്രവാളത്തെ ലക്ഷ്യമാക്കി നീങ്ങുന്നുണ്ട്. അത് രാവിലെ അരുണോദയത്തിന്റെ പുണ്യപ്രഭാതമായി നാളെ ഉദിക്കുന്നുണ്ട്. ആർക്കും അതിന്റെ ആയുസ് നിശ്ചയിക്കാൻ കഴിയില്ലെന്ന് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഈ അത്ഭുതങ്ങളുടെ മഹാത്ഭുതമായ ഖുർആൻ ആരോടാണ് പറയുന്നത്? അബൂബക്കറിനോട്, ഉത്ബത്തിനോട്, ശൈബത്തിനോട് ഭ്രമണപഥത്തെ കുറിച്ച്. ഈ
സൂര്യനൊരു ഭ്രമണപഥമുണ്ടെന്ന്. ഒട്ടകമല്ലാതെ മറ്റൊരു വാഹനത്തിൽ കയറിയിട്ടില്ലാത്ത അബൂജഹലിനോട് ബിഫോർ 1500 years ago 1500 വർഷം മുമ്പ് അബൂജഹലിനോട് ഖുർആൻ പറയുകയാണ് സൂര്യനൊരു ഭ്രമണപഥമുണ്ടെന്ന്. പറയാൻ കഴിഞ്ഞ ഖുർആൻ അല്ലാതെ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം ഏതാണുള്ളത്? ഏറ്റവും വലിയ അത്ഭുതം അബൂജഹലിനോട് ഖുർആൻ പറയുന്നത് ലാത്തയെയും ഉസ്സയെയും കുറിച്ചിട്ടല്ല. 1500 വർഷങ്ങൾക്കപ്പുറം സ്ത്രീകൾ നന്നായിട്ട് കെട്ടിരിക്കണം. ആദ്യം ചിലപ്പോൾ ദഹിക്കണമെന്നില്ല, പക്ഷെ ഖുർആനെ പരിചയപ്പെടുത്തുക എന്നുള്ളത് എന്റെ മുമ്പിൽ ഒരു ദൗത്യമാണ്. കാരണം നമ്മൾ ഈ കയറി ഉണ്ടംപൊരി തിന്നുന്ന ലാഘവത്വത്തോടെ ഖുർആൻ എന്ന് പറയുന്ന ഈ കുട്ടികൾ 6666 ആയത്തുകൾ ഈ കൊച്ചു കുഞ്ഞുങ്ങളുടെ ഹാഫിദ് ഏറ്റവും പ്രായം കുറഞ്ഞ ആളാരാ? ഹാഫിദ് എത്ര വയസ്സ്? 12 വയസ്സ്. 12 വയസ്സുള്ള ഈ കുഞ്ഞിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ലോകരഹസ്യങ്ങളുടെ ചുരുളുകൾ ഒതുക്കി വെക്കാൻ എത്ര വർഷം കൊണ്ട് ഹാഫിദായത്? 2.5 വർഷം കൊണ്ട് കഴിഞ്ഞെങ്കിൽ മോനെ വർക്കലയിൽ സാമാന്യ ബുദ്ധിയില്ലാത്തൊരു കൊച്ചുകുട്ടിയുടെ മന്ദബുദ്ധിയാണ് ആ കുട്ടി. ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ വന്ന് 10,000ങ്ങളുടെ മുമ്പിൽ നന്നായി സംസാരിക്കാൻ അറിയാത്ത, അമ്മയെ ഉപ്പ എന്ന് വിളിക്കാൻ അറിയാത്ത ഒരു മന്ദബുദ്ധിയായ ബുദ്ധിമാന്യം സംഭവിച്ച 7 വയസ്സുകാരന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ വലക്കത് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി വഹൽ മിൻ മുദ്ദക്കിർ. ഈ ഖുർആൻ അതിന്റെ ഉള്ളിൽ ഭംഗിയായി സൂക്ഷിക്കപ്പെടുന്നുവെങ്കിൽ ഈ ഖുർആൻ അത്ഭുതങ്ങളുടെ മഹാത്ഭുതമാണ്. ഭഗവത്ഗീത മുഴുവനും കാണാതെ പഠിച്ചൊരു ഹൈന്ദവ പുരോഹിതൻ ചരിത്രത്തിലില്ല. ബൈബിൾ മുഴുവനെ കാണാതെ പഠിച്ച ഒരു ക്രൈസ്തവ പുരോഹിതൻ ചരിത്രത്തിലില്ല. പോപ്പിന് പോലും, വത്തിക്കാനിലെ പോപ്പിന് പോലും ബൈബിളിന്റെ പഴയ നിയമവും പുതിയ നിയമവും പൂർണ്ണമായിട്ടറിയില്ല. ഇവിടുത്തെ 12 വയസ്സുകാരന് ഖുർആൻ മുഴുവനും കാണാതെ അറിയാം. ഖുർആൻ ഒരു അമാനുഷികമാണ്. എന്തുകൊണ്ട്? എന്നാൽ ഞാൻ പറഞ്ഞല്ലോ, ഖുർആൻ അബൂജഹലിനോടാണ് പറയുന്നത്. അബൂജഹലെ, അന്ന് ഒട്ടകമല്ലാതെ വേറൊരു വാഹനത്തിന് അവർ കയറിയിട്ടില്ല. ആയത്തിറങ്ങി വശംസ് തജ്രീനി മുസ്തഖലില്ല. ഈ സൂര്യനൊരു ഭ്രമണപഥമുണ്ട്. അബൂജഹലിന് ഭ്രമണപഥം പോയിട്ട് ഭ്രമണം തന്നെ നഷ്ടപ്പെട്ടു പോയ ആളാണ് അബൂജഹൽ. എന്നാ നിങ്ങളൊരു കാര്യം ചിന്തിച്ചോ, എന്നാ ഈ ഖുർആൻ ശാസ്ത്രം പറയാൻ വേണ്ടി വന്ന ഗ്രന്ഥവുമല്ല. സഹോദരിമാര് നന്നായിട്ട് കേൾക്കണം. ദേടനയുടെ സീരിയൽ മാതിരി പെട്ടെന്ന് നിങ്ങളുടെ കരച്ചിൽ വരില്ല. പച്ചപ്പൊട്ടികൾ ഇങ്ങോട്ട് നോക്കുക. അപ്പൊ നന്നായിട്ട് ഖുർആൻ എന്ന് കേട്ടത് എന്നെ കേട്ട് ഖുർആൻ ഒന്ന് അറിഞ്ഞിട്ട് ഇന്ന് ഇവിടെ വെച്ച് നമ്മളൊരു ഖുർആൻ പ്രേമിയായി മാറും. ഞാൻ അതാ പറയുക. യഥാർത്ഥത്തിൽ ഖുർആനോ യഥാർത്ഥത്തിൽ ഖുർആനോ ശാസ്ത്രം പറയാൻ വേണ്ടി വന്നൊരു ഗ്രന്ഥമല്ലതാണ്. ഖുർആനിലെ 6666 ആയത്തുകളിൽ 1000-ൽ പരം വരുന്ന ആയത്തുകൾ ശാസ്ത്രവുമായി ബന്ധപ്പെട്ടതാണ്. അസ്ട്രോണമി, ജോഗ്രഫി, ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി എല്ലാം ഖുർആനിലുണ്ട്. 1000-ലധികം ആളുകൾ ശറഇന്റെ ഫിഖ്ഹിന്റെ നിയമം പറഞ്ഞതിനേക്കാൾ ഖുർആൻ ശാസ്ത്രത്തിന്റെ രഹസ്യമാണ് പറഞ്ഞത്. എന്നാൽ ഖുർആന്റെ ലക്ഷ്യം ശാസ്ത്രം പറയൽ. ഇത് എന്തിട്ട് മനുഷ്യന്മാരായത്. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. 2 മണിക്കൂർ കൊണ്ട് ഖുർആനിനെ ഞാനൊന്ന് പരിചയപ്പെടുത്തുക. ലാസ്റ്റ് ഇൻഷാ അല്ലാഹ് നല്ല വാദം പറഞ്ഞ് അവസാനം 10 സലാത്ത് ഒരു ദുആ ചെയ്ത് നമുക്ക് പിരിയാം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇന്ന് ഈ നാടിന്റെ ആഘോഷമാണ്. ഇന്ന് മലക്കുകൾ ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് നോക്കി അത്ഭുതത്തോടെ അള്ളാഹുവിനോട് ചോദിക്കും, അള്ളാഹുവേ, ഇവരാണോ രക്തച്ചൊരിച്ചിലുണ്ടാക്കുമെന്ന് ഞങ്ങൾ പ്രതിഷേധം രേഖപ്പെടുത്തിയ അടിമകളെന്ന് വാനലോകത്തിന്റെ 10,000-കണക്കിന് മലക്കുകൾ ഭൂമിയെ നോക്കിയിട്ട് അഭിമാനത്തോടെ പുഞ്ചിരിക്കുന്ന രാത്രിയാണിത്. ഈ രാത്രി വെറും രാത്രിയല്ല. LLB കോളേജിൽ ബിരുദമെടുത്തവനെ നോക്കി മലക്കുകൾ ചിരിക്കില്ല. പക്ഷേ 12 വയസ്സുകാരൻ മുതൽ 15 വയസ്സുകാരൻ നോക്കിയിട്ട് ഇന്ന് മലക്കുകൾ ചിരിക്കും. കാരണം എന്താ? വിഷയം വിട്ടുപോകണ്ട. യഥാർത്ഥത്തിൽ ഖുർആൻ ശാസ്ത്രം പറയാൻ വേണ്ടി വന്നത്. ശാസ്ത്രം പറയല് ഖുർആന്റെ ലക്ഷ്യമേല. നമ്മളെല്ലാരും പറഞ്ഞെന്താ? ഖുർആൻ ശാസ്ത്രമാണ്. നമുക്കെന്നാ ശാസ്ത്രം വിട്ട് അറിയത്തില്ലതാണ്. എന്നാൽ ഖുർആന്റെ ലക്ഷ്യമോ ശാസ്ത്രം പറയലല്ല. എവിടെയൊക്കെ ശാസ്ത്രം പറഞ്ഞിട്ടുണ്ടോ അപ്പോഴൊക്കെ ഖുർആനിൽ ഒരു ശൈലി കാണാം. ഇടയ്ക്ക് കയറിയിട്ട് മാറ്റും. ഇത് ഖുർആന്റെ ലക്ഷ്യമല്ല, എന്റെ ലക്ഷ്യം ഇതല്ല. ലോകത്തിലെ ഏറ്റവും വലിയ ഒരായത്തിന്റെ പകുതിയിൽ ശാസ്ത്രം നിർത്തും. ഓർക്കേട്ടോ, അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു ഈ സൂര്യനതിന്റെ ഭ്രമണപഥത്തിലൂടെ സഞ്ചരിക്കുകയാണ്. പകുതി ആയത്തിൽ നിർത്തിക്കളഞ്ഞ് ഇനിയില്ല. ഒരു ശാസ്ത്രം പറയാൻ പകുതി ആയത്ത് എന്നിട്ട് ഇടയ്ക്ക് കയറിയിട്ട് പറഞ്ഞ് നീ ചിന്തിക്കണ്ട, അത് ഈ പ്രകൃതിയുടെ സൗന്ദര്യമാണെന്ന്.
ഇത് ഏകനായ പ്രതാപവാനായ റബ്ബിന്റെ തീരുമാനമാണ്. ശാസ്ത്രം പറയൽ ഖുർആന്റെ ലക്ഷ്യമല്ല, അള്ളാഹനെ പറയലാണ് ഖുർആന്റെ ലക്ഷ്യം. പടച്ചറപ്പിനെ പഠിപ്പിക്കലാണ് ഖുർആന്റെ ലക്ഷ്യം. അതുകൊണ്ടാണ് അതോടെ നിർത്തി. ഇനിയില്ല. ശാസ്ത്രം അവിടെ വെച്ച് അവസാനിക്കുകയാണ്. ഒന്ന് ഖുർആൻ ഒരു നോക്ക്, എവിടെ നോക്കിയാലും ഇത് തന്നെയാണ്. فبأي آلاء ربكما تكذبان والأرض ഭൂമി ഇത് സർവ മനുഷ്യന് വേണ്ടി പടക്കപ്പെട്ടതാണ്. ഖുർആന്റെ ഏറ്റവും വലിയ സന്ദേശം ഇതാണ്. ഈ ഭൂമി, ഈ പരന്നു കിടക്കുന്ന ഭൂമി, ഈ ഗോളാകൃതിയുള്ള ഭൂമി, അത് ഒരാൾക്ക് വേണ്ടി പടക്കപ്പെട്ടതല്ല. ഇത് മുസ്ലിമിന് വേണ്ടി മാത്രമല്ല. ഇത് ജൈനന്, പാഴ്സിക്ക്, ക്രൈസ്തവന്, ബൗദ്ധന്, മതമുള്ളവനില്ലാത്തവന്, നിരർത്ഥകവാദിക്ക്, പദാർത്ഥവാദിക്ക്, ഏറ്റവും വലിയ ഭൗതികവാദിക്ക്, എല്ലാവർക്കും വേണ്ടിയാണ് ഈ ഭൂമി. ഈ ഭൂമി എല്ലാവർക്കും ജീവിക്കാൻ അനുമാനമുള്ളതാണ്. ഒരാൾക്കും വേണ്ടി മാത്രമല്ല ഭൂമിയെ പടക്കപ്പെട്ടത്. എന്നിട്ട് പറഞ്ഞിട്ടുള്ള പറയുകയാണ്, പറയുന്നത് ദുനിയാവിനെ കുറിച്ചാണ്. ഈ സുന്ദരമായ നെൽക്കതിരുകൾ, ഈ സുന്ദരമായ ഭവിടങ്ങൾ, ഈ സുന്ദരമായ ഭൂമേതകങ്ങൾ, ഈ കാണുന്ന പടവർഗങ്ങൾ, ആഹാര പദാർത്ഥങ്ങൾ, ഈ സുന്ദരമായ ധാന്യമണികൾ, അതിന്റെ ഇടയിലോട്ട് പെട്ടെന്ന് കയറുകയാണ്. അതിന് നിങ്ങളുടെ മനം മയക്കരുത്. ഭക്ഷണത്തെ കുറിച്ച് പറയാമെന്നതല്ല വിശുദ്ധ ഖുർആൻ. പടച്ചറപ്പിന്റെ ഏത് അനുഗ്രഹങ്ങളെയാണ് നിങ്ങൾ വിസ്മരിക്കുന്നത്? എല്ലാം പറഞ്ഞിട്ടിടയിൽ കയറുകയാണ്. ശാസ്ത്രം പറയൽ ലക്ഷ്യമല്ല, അള്ളാഹനെ പറയലാണ് ലക്ഷ്യം. എത്ര ആളുകൾ ഓടുന്ന സൂറത്താണിത്. രണ്ട് സമുദ്രങ്ങൾ വന്ന് ഒരുമിച്ച് ചേരുന്ന സ്ഥലമുണ്ട്. രണ്ട് സമുദ്രങ്ങൾ ചേരുന്ന സ്ഥലം. ഇന്നും കാസ്പിയൻ കടലും മെഡിറ്ററേനിയൻ സീയും തമ്മിൽ ഒരുമിച്ച് ചേരുന്ന സ്ഥലം. രണ്ട് കടലുകൾ എവിടെ വെച്ചാണോ സംഗമിക്കുന്നത്, ആ സംഗമിക്കുന്ന സ്ഥാനത്ത് അള്ളാഹ് പറയുകയാണ്, ഈ 12 വയസ്സുകാരൻ കാണാതെ പഠിച്ചത് ഖത്തമോതുന്ന ഖുർആൻ മാത്രമല്ല, അവന്റെ മനസ്സിന്റെ ഉള്ളിൽ ഇരിക്കുന്നത് ഇതാണ്. രണ്ട് കടലുകൾ ഒരുമിച്ച് ചേർത്തവൻ. രണ്ട് കടലുകൾ എവിടെയാണോ ഒരുമിച്ച് ചേർന്നത് അവിടെ നിങ്ങൾ മുങ്ങി നോക്കുക. അവിടെയാണ് കടലിന്റെ അടിയിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും വിലപിടിപ്പുള്ള രത്നങ്ങളും പവിഴമുത്തുകളും ഗോമേതകങ്ങളും അവിടെ തന്നെയാണ് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളതെന്ന് ഓതി പറയുന്നത്. അത്ഭുതം ഇവിടെയല്ല, ഖുർആൻ അത്ഭുതങ്ങളുടെ മഹാത്ഭുതം. സമുദ്രങ്ങൾ സംഗമിക്കുന്നിടത്ത് പവിഴമുത്തുക്കളുണ്ടെന്ന് ഓതി പറയുന്നതാരാ? ജീവിതത്തിൽ ഇതേവരെ സമുദ്രയാത്ര ചെയ്തിട്ടില്ലാത്ത, ഇതേവരെ ഒരു കപ്പലിൽ കയറി സമുദ്രത്തിൽ യാത്ര ചെയ്തിട്ടില്ലാത്ത ആമിനയുടെ മുത്തുമോനെ മുത്തലീ നബി മുഹമ്മദ് മുസ്തഫ പറയുന്നത്. രണ്ട് കടലുകൾ ചേരുന്ന സ്ഥലത്ത് പോയി മുങ്ങി നോക്കിയാൽ അവിടെ ഏറ്റവും വിലപിടിപ്പുള്ള രത്നങ്ങൾ ഉണ്ട് എന്ന് ഓതി പറയുന്ന ആൾ ജീവിതത്തിൽ ഇന്നേവരെ സമുദ്രയാത്ര ചെയ്തിട്ടില്ലാത്ത, കപ്പലിൽ കയറിയിട്ടില്ലാത്ത നിരക്ഷരനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. എന്താ ഈ ഖുർആൻ അത്ഭുതമാവാത്തത്? എന്റെ പൊന്നുമോനെ, നമ്മൾ തിന്നുന്ന ബിരിയാണി അരി ഇപ്പൊ കടല് കൂടുന്ന കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പൊ കിടക്കക്കുഴി നിങ്ങൾക്ക് മനസ്സിലാവില്ലെങ്കിൽ, എന്റെ പൊന്നുമോനെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു സാധനമുണ്ടല്ലോ. ഇപ്പൊ ഞാൻ അസ്ട്രോണമി പറഞ്ഞ, താരാപഥം പറഞ്ഞ, ഗാലക്സി പറഞ്ഞ, പ്രകാശവർഷം പറഞ്ഞ, ഇനി മനസ്സിലാകുന്നില്ലെങ്കിൽ പെണ്ണുങ്ങളെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു സാധനം ഉണ്ടല്ലോ. ഈ കുഴച്ചു തിന്നണ സാധനം ഉണ്ടല്ലോ, ബസ്മതി അരി, ബിരിയാണി അരി. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, നല്ല സുഗന്ധമുള്ള സുന്ദരമായ ധാന്യപതുക്കൾ നിങ്ങൾക്ക് ഞാൻ ഭക്ഷണമായി തന്നില്ലയോ? ബസ്മതി അരിയെ കുറിച്ചിട്ടാണ് ഈ പറയുന്നത്. മസാല ഇടാതെ വേവിച്ചാൽ തന്നെ സ്വതവേ മണമുള്ള നല്ല മണമുള്ള ധാന്യപദാർത്ഥങ്ങളെ നിങ്ങൾക്ക് തന്നത് ഞാനല്ല.
വിശുദ്ധ ഖുർആൻ. വൽഹബ്ബു സൂറത്തുൽ റഹ്മാൻ അറിയാത്ത ആരായി കൂട്ടത്തിലുള്ളത്? നീ ഓതുന്നത് ഇതാണ് ഞാൻ പറഞ്ഞത് ഖുർആനിൽ നിന്ന് പരിചയപ്പെടുന്നു. വൽഹബ്ബു ദുൽ അസ്ഫി വറൈഹാൻ. ബസ്മതി അരി വെറുതെ മസാല ഇടാതെ വേവിച്ചാൽ തന്നെ അതിനൊരു മണമുണ്ട്. വൽഹബ്ബു ദുൽ അസ്ഫി വറൈഹാൻ. ഖുർആൻ എന്ന് പറഞ്ഞാൽ മൂല്യാക്കുട്ടത്തിന് മയ്യത്തിന്റെ ചുവട്ടിലിരുന്ന് ഓതിയിട്ട് കൈമടക്ക് മേടിക്കാനുള്ളതാണ് എന്ന് ലോകത്ത് പറഞ്ഞു നടക്കുന്നവരോട് യഥാർത്ഥത്തിൽ ഖുർആൻ അതല്ല. അതുകൊണ്ടാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ ഈ ഖുർആൻ എന്ന് മാറിപ്പോയത്. എന്തുകൊണ്ട്? ലോകത്ത് 2 വിദ്യാഭ്യാസ ധാരകളുണ്ട്. ഞാൻ പറഞ്ഞ മനസ്സിലാവണുണ്ടോ? അതോ അത് തന്നെ പറയണോ? പഴയ കഥ പറയണോ? മോനെ 2 വിദ്യാഭ്യാസ ധാരകളുണ്ട്. ഇപ്പൊ യഹിയാഖാൻ സാഹിബ് മരിച്ചപ്പോ അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. ഈ ആയത്തിന്റെ വെളിച്ചം ആ മണ്ണിനടിയിൽ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഇവർക്ക് വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളും വിടാം, കഴിയില്ലേ? പക്ഷേ അവരാദ്യം തിരഞ്ഞെടുത്തത് ഏതാണ്? ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ്. ലോകത്ത് 2 വിദ്യാഭ്യാസ ധാരകളുണ്ട്. അതാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ നമ്മളെ ഖുർആനിൽ നിന്ന് മാറ്റിയത്. നമ്മുടെ ആഗ്രഹം എന്താ? എന്റെ മോൻ UK പോയി പഠിക്കണം, MBBS എടുത്തിട്ട് വരണം. പിന്നെ ഞാൻ ആരായി? UK പഠിക്കാൻ എന്റെ മോൻ പോയാൽ പിന്നെ അവൻ ദുനിയാവിലെ രാജാവായി. അതുകൊണ്ട് തന്നെ നിങ്ങൾ നെടുമങ്ങാട് മുതൽ തിരുവനന്തപുരം ഈ അടുത്ത് പനവൂരടക്കമുള്ള മുഴുവൻ ടൗണിൽ നിങ്ങൾ നോക്കിക്കോ, ഏത് ഇലക്ട്രിക് പോസ്റ്റിലും 2 പരസ്യമാണ് ഇന്ന് കേരളത്തിൽ കൂടുതൽ. ഏത് ഇലക്ട്രിക് പോസ്റ്റ് നോക്കിയാലും 2 പരസ്യമില്ലാത്ത ഒരു ഇലക്ട്രിക് പോസ്റ്റ് നെടുമങ്ങാട് ടൗണിലോ പനവൂരോ കാണാൻ പറ്റില്ല. അത് ഒന്ന് UK പഠിക്കാൻ അവസരം, അതില്ലാത്തൊരു പോസ്റ്റ് നിങ്ങൾ കാണിച്ച UK സർവ്വ ചെയ്ത പോസ്റ്റ്. കാരണം എല്ലാവരും ഇപ്പോഴത്തെ ആഗ്രഹം മോൻ UK അവർ UKG തന്നെ അവന് മാർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല, പക്ഷെ അവൻ UK പോകണം. 2 പരസ്യം, ഒന്ന് UK പഠിക്കാൻ അവസരം. പിന്നെ കേരളത്തിൽ ഇപ്പോ ഏറ്റവും കൂടുതലുള്ള മറ്റൊരു പരസ്യം മൂലക്കുരു ഓപ്പറേഷൻ ഇല്ലാതെ സുഖപ്പെടുത്തും. നിങ്ങൾ ചിരിക്കുന്നുണ്ട്, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞ സത്യമല്ലേ? അതില്ലാത്തൊരു പോസ്റ്റുകൾ കാണിച്ചു. യഥാർത്ഥത്തിൽ എന്തുകൊണ്ട് 2 വിദ്യാഭ്യാസം എന്ന് ലോകത്തുണ്ട്. ഒന്ന് യൂറോപ്യൻ വിദ്യാഭ്യാസം, മറ്റൊന്ന് ഒന്ന് യൂറോപ്പിന്റെ വിദ്യാഭ്യാസം, മറ്റൊന്ന് ഖുർആന്റെ വിദ്യാഭ്യാസം. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, മാതാപിതാക്കൾ, നമ്മൾ ഏതിന് പ്രാമുഖ്യം നൽകുന്നു? നമ്മൾ പ്രാമുഖ്യം നൽകുന്ന യൂറോപ്പിന്റെ വിദ്യാഭ്യാസത്തിനാണ്. യൂറോപ്പിന്റെ വിദ്യാഭ്യാസവും ഖുർആന്റെ വിദ്യാഭ്യാസവും തമ്മിലുള്ള ഏറ്റവും പ്രകടമായ വ്യത്യാസം, യൂറോപ്പ് അള്ളാനെ മറപ്പിച്ചു കളയും. യൂറോപ്പ് അള്ളാനെ, അവിടെ ദൈവമോ നീതിയോ ധർമ്മമോ യൂറോപ്പിന് പ്രശ്നമല്ല. ഒരു പ്രശസ്തനായ എഴുത്തുകാരനുണ്ട്, രാമു കരിയാട്ട്. നടന്നൂടെ? രാമു കരിയാട്ട് നടന്നൂടെ? അവിടെ ചായക്കടത്തിന് രാമു അല്ലേ? രാമു കരിയാട്ടി ചെമ്മീന്റെ സംവിധായകനാണ്. ചെമ്മീൻ എന്ന സിനിമയുടെ സംവിധായകനായിരുന്നു. ഞാൻ സിനിമയിൽ പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ എൻ്റെ വായനയുടെ ലോകം വിശാലമാണ്. ഞാൻ ഒന്നി മാത്രം ഒതുങ്ങിക്കൂടാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. എൻ്റെ വായനയുടെ ലോകം നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനപ്പുറം വിശാലമാണ്. രാമു കരിയാട്ടി ചെമ്മീന്റെ സംവിധായകനാണ്. അതിനേക്കാൾ വലുത് ഈ കേരളത്തിലെ ഏറ്റവും മനോഹരമായ എഴുത്തുകാരനാണ്. അദ്ദേഹം ലണ്ടനിൽ സായിപ്പിന്റെ അതിഥിയായിട്ട് പോയി. യൂറോപ്പിനെ മനസ്സിൽ കയറുന്ന പെണ്ണുങ്ങളൊന്ന് പഠിച്ചോളി, രക്ഷകർത്താക്കളും. ലണ്ടനിൽ പോയി സായിപ്പിന്റെ അതിഥിയായിട്ട് താമസിച്ചു. ആ സമയത്ത് നല്ല കുളിരുള്ള രാത്രി, മദാമയും സായിപ്പും കൂടി തീ കത്തിച്ചു, കുളിര് മാറാൻ. തീ കാണുന്നതിലൊക്കെ മദാമ സായിപ്പിനോട് പറഞ്ഞു, സായിപ്പേ എനിക്ക് വല്ലാതെ തണുക്കുന്നു, എന്നെ ഒന്ന് ചേർത്ത് പിടിക്കാൻ പറഞ്ഞു, തണുപ്പ് പറഞ്ഞു. അപ്പൊ സായിപ്പ് പറഞ്ഞു മദാമയോട്, എനിക്കിപ്പോ നിന്നെ ചേർത്ത് പിടിക്കാനുള്ള മൂടില്ല, മൂടുണ്ടെങ്കിൽ നീ ഒന്ന് ചേർത്ത് പിടിക്കാൻ. ഇതാണ് യൂറോപ്പ്. ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു എനിക്ക് തണുക്കുന്നു, എന്നെ ഒന്ന് ചേർത്ത് പിടിക്കാൻ. അപ്പൊ ഭർത്താവ് പറയും ഇപ്പൊ എനിക്ക് മൂടില്ല, അടുത്തിരുന്ന അയലോക്കക്കാരോട് പറ്റുമ്പോൾ നീ ഒന്ന് ചേർത്ത് പിടിക്കാൻ. ഇതാണ് യൂറോപ്പ്. നിങ്ങൾ ചെറുപ്പക്കാരെ, നിങ്ങളുടെ മനസ്സിൽ ഇത് നന്നായിട്ട് വേരൂടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അർജന്റീനയുടെ ഫുട്ബോൾ താരം മെസ്സിയുടെ ചിത്രം നിങ്ങളുടെ വീടിന്റെ വാതിരി വന്നത്. മെസ്സി അറിഞ്ഞൂടെ? മെസ്സി അർജന്റീന ബ്രസീലാ. ലയണൽ മെസ്സി അർജന്റീന ബ്രസീലാ. നിങ്ങളെല്ലാം മുത്തക്കിങ്ങളാണല്ലോ പടച്ചവൻ പുരാന്. ഒരാൾക്ക് മെസ്സി അർജന്റീന എന്നാൽ ഞങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ ആ വിഷയം വിട്ടു. മെസ്സി അർജന്റീന ബ്രസീലോ? എന്തുകൊണ്ട്? യഥാർത്ഥത്തിൽ മെസ്സി ആരാ? പച്ച വ്യഭിചാരി. മെസ്സി ആരാ? പച്ച വ്യഭിചാരി. എന്നോട് ഒരു വിഷവും നിങ്ങൾക്ക് തോന്നരുത്. ലയണൽ മെസ്സി ആരാ? പച്ച വ്യഭിചാരി.
കഴിഞ്ഞ വേൾഡ് കപ്പിൽ അർജന്റീന തോറ്റു. തോറ്റെന്ന് അന്തം വിട്ട തോക്കൽ തോറ്റു, എതിരില്ലാത്ത 4 ഗോളിന്. തോറ്റ പരാജയ ഭീതി മാറ്റാൻ പിറ്റേ ദിവസം രാവിലെ എയർപോർട്ടിൽ വെച്ച് പിറ്റേ ദിവസത്തെ വീക്ക മാഗസിന്റെ ഒരു ഫോട്ടോ വന്നു. കഴിഞ്ഞ വേൾഡ് കപ്പിലെ അർജന്റീന 4 ഗോളിന് തോറ്റു കഴിഞ്ഞപ്പോ ആ പരാജയത്തിന്റെ നിരാശ മാറ്റാൻ അലക്കി പോട്ട് വസ്ത്രമില്ലാത്ത കാമുകിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഹവായ് ദ്വീപിലേക്ക് വ്യഭിചാരത്തിന് പോയ ആളാണ് ലയണൽ മെസ്സി. ആ വ്യഭിചാരത്തിന് പോകുന്ന സമയത്ത് വ്യഭിചരിക്കാൻ പോകുന്ന സമയത്ത് സാധാരണ വ്യഭിചരിക്കുന്നത് ആരും അറിയാതെയാ. വ്യഭിചരിക്കാൻ പോകുന്ന സമയത്ത് എയർപോർട്ടിലോട്ട് പോകുമ്പോ പത്രക്കാരുടെ മുമ്പിൽ കാമുകിയെ ചേർത്ത് പിടിച്ചിട്ട് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്ത പച്ച വ്യഭിചാരിയാണ് ലയണൽ മെസ്സി. കാരണം യൂറോപ്പിലെ വ്യഭിചാരം ഒരു പ്രശ്നമല്ല. പക്ഷേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യൂറോപ്പ് പഠിപ്പിക്കുന്നത് ഈ വിദ്യാഭ്യാസമാണ്. യൂറോപ്പ് പഠിപ്പിക്കുന്നത് ഈ വിദ്യാഭ്യാസമാണ്. അതിലേക്ക് നമ്മുടെ മസ്തിഷ്കം കൊണ്ടുപോയി പണയം വെച്ചപ്പോ അള്ളാഹുവിന്റെ ഖുർആന്റെ വെളിച്ചം നമുക്ക് നഷ്ടപ്പെട്ടു പോയി. കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജൻ നാസ മിനൽ ളുലുമാതി ഇലൻ നൂർ. മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് വെളിച്ചം കൊടുക്കാൻ വേണ്ടി വന്ന, തമസിൽ നിന്ന് ജ്യോതിസിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി വന്ന ലോകത്തിലെ ഏറ്റവും വലിയ വ്യഭിചാരിയെ പോലും, ലോകത്തിന്റെ ഏറ്റവും വലിയ വ്യഭിചാരിയെ പോലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് യൂറോപ്പിലെ വ്യഭിചാരിയെ നന്നാക്കാൻ എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്കയ്ക്ക് കഴിയില്ല. ഖുർആൻ അത്ഭുതമാകുന്നത് എങ്ങനെയാ? യൂറോപ്പിലെ വ്യഭിചാരിയെ നന്നാക്കാൻ ബ്രിട്ടീഷ് ലൈബ്രറി ഇരിക്കുന്ന എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്കയുടെ 12 വാല്യങ്ങൾ ബ്രിട്ടീഷ് ലൈബ്രറി ഇരിക്കുന്നുണ്ട്. അത് വായിച്ചാല് യൂറോപ്പിലെ വ്യഭിചാരി നന്നാവുകയില്ല, യൂറോപ്പിലെ പലിശക്കാരൻ നന്നാവുകയില്ല. പക്ഷേ ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ വ്യഭിചാരിയെ അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് ഇറക്കി ചെന്നിട്ട് അവനെ ലോകത്തിന്റെ ഏറ്റവും നല്ല മനുഷ്യനാക്കി മാറ്റാൻ ലോകത്തിന് കഴിഞ്ഞ ഒരു മാനവിക ദർശനത്തിന്റെ മഹാത്ഭുതമുണ്ടെങ്കിൽ മഹാത്ഭുതം ഏതെന്നറിയോ? അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, പോരാ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, താജ്ദാരെ മദീന നബി മുഹമ്മദ് മുസ്തഫ, ये खेती की करे करे आकर हलीमा, मेरा घर में खैरुल वरा गया है. ये खेती की करे करे आकर हलीमा, मेरा घर में खैरुल वरा गया है. മദീനയിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാതെ ഏതെങ്കിലും ഒരു കുട്ടിയെ മുലയൂട്ടാൻ കിട്ടിയാൽ തന്റെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കാമെന്ന മോഹത്തോടെ വന്ന മക്കയിലേക്ക് വന്ന ഹലീമത്ത് സഅദിയ എന്ന പട്ടിണി പാവത്തിന്റെ വീട്ടിലേക്ക് ഏത് പിഞ്ഞു പൈതലിന്റെ തളിരിളം കാലുകളാണോ ചവിട്ടപ്പെട്ടത്, ആ സമയത്ത് ഏത് വീട്ടിലാണോ പാല് വെട്ടിപ്പോയ ആടിന്റെ അകട്ടില് പോലും പാല് നിറകടിച്ചത്, സാന്നിധ്യം കൊണ്ട് ബറക്കത്തിന്റെ നാമമേ, ആനന്ദത്തിന്റെ തീർത്ഥമേ, ആദർശത്തിന്റെ മുത്തേ, കരളിന്റെ രാജാവേ നബിയുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. സദസ്സ് തീരുന്നത് വരെ സലാത്തിന് കുറവുണ്ടാകരുത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ മക്കം ഫത്ഹ് കഴിഞ്ഞിട്ട് മക്കം വന്ന് പിടിച്ചടക്കുകയാണ്. മക്കം പിടിച്ചടങ്ങിയിട്ട് 10 ദിവസത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ താമസിക്കുമ്പോ പാതിരാ സമയത്ത് തവാഫ് ചെയ്യാൻ കഅബയിലേക്ക് പോയി. ആ സമയത്ത് പ്രവാചകനോട് കലിപൂണ്ടു നിന്ന അല്ലാഹുവിന്റെ റസൂലിനെ കൊല്ലാൻ വ്രതമെടുത്തിരുന്ന ഫുലാൽ എന്ന മനുഷ്യനുണ്ടായിരുന്നു. അയാൾക്ക് നബിയെ കൊല്ലാൻ കഴിഞ്ഞില്ല. ഇനി എങ്ങനെയാ കൊല്ലുക? മുഹമ്മദ് മക്കയിലെ രാജാവാണ്. 10,000 അനുയായികൾ ഓടിപ്പിടിച്ച വാളുമായി മുഹമ്മദിന് കാവലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പാതിരാ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ കഅബാലയത്തിന്റെ മത്താബിലെ തവാഫ് ചെയ്യുകയാ. ആ സമയത്ത് ഫുലാൽ ഊരിപ്പിടിച്ച മൂർച്ചയുള്ള വായുമായി കഅബാലയത്തിന്റെ ഭിത്തിയുടെ പുറകിൽ കാത്തിരിക്കുകയാ. കഅബാലയത്തിന്റെ ഭിത്തിയുടെ പുറകിൽ ഒളിച്ചിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ കടന്നു വന്നു കഅബാലയത്തിന്റെ മത്താബിൽ വന്ന് ഒന്നാമത്തെ തവാഫ് ചെയ്യുകയാ. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി കഅബാലയത്തിന്റെ
രണ്ടാമത്തെ തവാഫ് ചെയ്ത് ഫുദാലെ നബി തങ്ങളെ കാണുന്നില്ല. തന്റെ പ്രിയപ്പെട്ട ഹബീബായ റസൂലുള്ളാഹിക്ക് വേണ്ടി സഹാബത്ത് വരാമെന്ന് പറഞ്ഞിട്ട് സമ്മതിച്ചിട്ടില്ല. ഏകനായി തവാഫ് ചെയ്യുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ഫുദാലയുടെ തൊട്ട് മുമ്പിലെത്തുമ്പോ ആരും അറിയാതെ മാംചാര പാദ പതന ശബ്ദം കേൾപ്പിക്കാതെ ഫുദാല തന്റെ വാളിൽ വലിച്ചൂരി അല്ലാഹുവിന്റെ റസൂലിനെ പുറകിൽ നിന്ന് വെട്ടാൻ ഹബീബായ നബിയുടെ നേരെ ചാടേണ്ട താമസം. ഹബീബായ നബി നാട മുഖത്തോട്ട് നോക്കുമ്പോ ഫുദാല കിടുങ്ങി മറച്ചു പോയി. കൈ പൊന്തുന്നില്ല, കൈ തളരുകയാണ്, വാളനങ്ങുന്നില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്തിന്റെ പ്രകാശം കാണുമ്പോ സബീഹുക ബദറുലൈനി ബല്ലന്തനവറോ വവജൂക മിമ്മായ വവജൂക മിൻ നൂർ മലാഹതി അസറോ. ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ ധവള പ്രകാശം കൊണ്ട് വിസ്മയിപ്പിച്ച അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്തിന്റെ ഒളി കാണുമ്പോ ഫുദാല ഞെട്ടിത്തെറിച്ചു പോയി. ഹബീബായ നബി രണ്ടാമത്തെ തവാഫ് പൂർത്തിയാക്കുകയാ. തന്റെ മുമ്പിൽ എത്തിയപ്പോ ഫുദാല രണ്ടാമത് ഊരിപ്പിടിച്ച വാളുമായിട്ട് ഇറങ്ങേണ്ട താമസം. അല്ലാഹുവിന്റെ റസൂലിന്റെ ആ നാട്ടിന്റെ വെളിവ് കാണുമ്പോ ഫുദാല ഞെട്ടിത്തെറിക്കുന്നു. വാളിരിക്കുന്ന കൈവിറക്കുകയാണ്. മൂന്നാമത്തെ തവാഫ് തീർന്നു, നാലാമത്തെ തവാഫ് തീർന്നു, 5, 6, 7ാമത്തെ തവാഫാണ്. ഇവിടെ വെച്ച് കൊല്ലാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇനി മുഹമ്മദിനെ കൊല്ലാൻ എനിക്ക് കഴിയില്ല. 7ാമത്തെ തവാഫ് പൂർത്തിയാക്കുകയാണ്. തവാഫ് പൂർത്തിയായി. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 7ാമത്തെ തവാഫ് ചെയ്തിട്ട് അല്ലാഹുവിന്റെ റസൂൽ അവിടെ ഇരുന്ന് ഖുർആൻ ഓതുകയാണ്. വതൂരി വകിതാബിൻ മസ്തൂർ ഫീ റഖിൻ മൻശൂർ. ഖുർആൻ ഓതേണ്ട താമസം ഫുദാല മനസ്സ് മുഴുവനും പിടിച്ചു നിർത്തി വർദ്ധിത വീര്യത്തോടെ തന്റെ മനസ്സിനെ മുഴുവനും പിടിച്ചു നിർത്തിയിട്ട് ഫുദാല ഹബീബായ നബിയുടെ മുമ്പിലേക്ക് ചാടേണ്ട താമസം. അല്ലാഹുവിന്റെ റസൂലിന്റെ ഖുർആൻ ഓതൽ കേട്ടപ്പോ ഫുദാല പേടിച്ചു മറച്ചുപോയി. ഫുദാലയുടെ കയ്യിൽ നിന്ന് വാള് താഴേക്ക് വീണു. ഹബീബായ നബി തിരിഞ്ഞു നോക്കുമ്പോ താഴെ കിടക്കുന്ന വാളിന്റെ മുമ്പിൽ വിറക്കുകയാണ് ഫുദാല. ഫുദാലക്ക് മനസ്സിലായി താൻ പിടിക്കപ്പെട്ടു. മുഹമ്മദിന്റെ അനുയായികൾ തന്നെ തുണ്ടമായി വെട്ടിക്കളയും. മക്കയുടെ രാഷ്ട്രപതിയാണ് കൊല്ലാൻ വന്നത്. രാഷ്ട്രപിതാവിനെ വധിക്കാമെന്നവന് മുഹമ്മദിന്റെ ഉമർ തന്നെ വെറുതെ വെക്കുമ്പോ ഫുദാല കിടന്ന് വിറക്കാൻ തുടങ്ങി. ഫുദാലയുടെ നാവ് പറ്റിപ്പോയി. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഫുദാല അറഫ്തുക, നിന്നെ ഞാൻ കണ്ടിരുന്നു ഫുദാല. ഒന്നാമത്തെ തവാഫിന് മതാഫിന് വരുമ്പോ എന്നെ കൊല്ലാൻ വേണ്ടി എന്റെ പള്ളയിൽ കത്തിമുട്ടി ഇറക്കാൻ കാത്തു നിൽക്കുന്ന നിന്നെ ഫുദാല ഞാൻ കണ്ടു ഫുദാല. നീ ഇവിടെ നിൽക്കുന്നുണ്ടെന്ന് എനിക്കറിയാം ഫുദാല. പക്ഷേ ഫുദാല ആരും നിന്നെ കണ്ടിട്ടില്ല. ഓടി രക്ഷപ്പെട്ടോ ഫുദാല. ലോകത്തിന്റെ വിട്ടുവീഴ്ചയുടെ ഉദാരതയുടെ സാധ്യതയുടെ സഹാനുഭൂതിയുടെ ഉദാരതയുടെ സ്നേഹത്തിന്റെ വാത്സല്യത്തിന്റെ പകരം വെക്കാനില്ലാത്ത പര്യായ പദമേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഫുദാല ഉമർ നിന്നെ കണ്ടിട്ടില്ല, ഖാലിദ് കണ്ടിട്ടില്ല. ഓടി രക്ഷപ്പെട്ടോ ഫുദാല. നിന്നെ ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് കേൾക്കേണ്ട താമസം, അത് കേൾക്കേണ്ട താമസം. ഫുദാല എന്ന അക്രമി അല്ലാഹുവിന്റെ റസൂലിന്റെ കാലിലേക്ക് വീണു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഞാനിതാ വന്നു നബിയേ, ഖുർആന്റെ വെളിച്ചത്തിലേക്ക്, തൗഹീദിന്റെ വെളിച്ചത്തിലേക്ക്, അങ്ങയുടെ ചാരത്തേക്ക് ഞാൻ വന്ന നബിയേ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ കിടന്നിട്ട് തന്റെ തല കൊണ്ടുപോയി മണ്ണിലിട്ടിട്ട് ഫുദാല പൊട്ടിക്കരയാൻ തുടങ്ങി. ഈ മനുഷ്യനെയാണോ കൊല്ലാൻ വന്നത്? ഈ മനുഷ്യനോടാണോ വർഷങ്ങളോളം വൈരാഗ്യം മനസ്സിൽ നിറച്ചു നിന്നത്? ഫുദാല നീ എത്ര തെമ്മാടിയാണ് ഫുദാല. തന്റെ ആ വടിയരികിൽ കിടന്ന് തല കൊണ്ടുപോയി മണ്ണിലിട്ട് ഉരുട്ടി ഉരുട്ടി അവസാനം ഫുദാല വീട്ടിലേക്ക് പോവുകയാ. പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഖുർആൻ എന്താ? ആ ഫുദാല വീട്ടിലേക്ക് പോകുമ്പോഴാണ് പതിവ് പോലെ ഫുദാലയെ കാത്ത് നാട്ടിലെ വേശ്യപ്പെണ്ണ് കാത്തിരിക്കുന്നത്. അണിഞ്ഞൊരുങ്ങി ആ നാട്ടിലെ വേശ്യപ്പെണ്ണ് കാത്തിരിക്കുകയാണ്. ഫുദാല വരിക ഫുദാല, നിനക്ക് വേണ്ടി എന്റെ കിടപ്പറ ഞാൻ മാറ്റി വെച്ചിരിക്കുകയാ. ഓ സമയത്ത് ഫുദാല എന്ന ചെറുപ്പക്കാരൻ ഖുർആന്റെ അത്ഭുതമേടാണ്. ഓ ഫുദാല എന്ന ചെറുപ്പക്കാരന് മുസ്ലിമായിട്ടൊരു മണിക്കൂർ പോലുമായിട്ടില്ല. ആ വേശ്യപ്പെണ്ണിനോട് പറഞ്ഞു, ഇല്ല പെണ്ണേ, ഇല്ല പെണ്ണേ, ഇല്ല പെണ്ണേ, അസ്ലം ദുബൈന യദയിൽ മുസ്തഫ,
ഹബീബായ നബിയുടെ മുമ്പിൽ വെച്ച് ഞാൻ മുസ്ലിമായി അങ്ങോട്ട് പോയപ്പോ ഈ പെണ്ണിന്റെ കടപ്പുറയിൽ കിടന്ന് വ്യഭിചരിച്ചിട്ട് പോയ ഹുദാല, ആ ഹുദാല പറഞ്ഞു ഇല്ല 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 ഇല്ല, അസ്ലംതു ബൈന യദയിൽ മുസ്തഫ, ഞാൻ ഹബീബായ നബിയുടെ മുമ്പിൽ മുസ്ലിമായി 1 മണിക്കൂർ പോലും ആയിട്ടില്ല മുസ്ലിമായിട്ട്. ഖുർആന്റെ ആയത്ത് മനസ്സിൽ കയറിയപ്പോ, ഖുർആന്റെ ആയത്ത് മനസ്സിൽ കയറിയപ്പോ ഇല്ല, നിന്റെ കടപ്പറയിലേക്ക് ഞാൻ ഇനി വരില്ല, ഹുദാല നിനക്കിനി കിട്ടില്ല, ഹുദാല ഇനി വ്യഭിചരിക്കില്ല, ഹുദാല ഇനി മദ്യപിക്കില്ല. അസ്ലമ ഹുദാല. യൂറോപ്പിലെ പച്ചവിചാരിയ മനസ്താന്തരമുണ്ടാക്കി ലോകത്തിന് സമർപ്പിക്കാൻ ബ്രിട്ടീഷ് ലൈബ്രറിയിലെ മഹാഗ്രന്ഥത്തിന് കഴിയില്ല, ഷേക്സ്പിയറിന്റെ നാടകത്തിന് കഴിയില്ല, യുദ്ധ റൊമാന്റിക് ഭാവനയ്ക്ക് കഴിയില്ല, എലൻഗസറിന്റെ നോവലിന് കഴിയില്ല. പക്ഷേ സഹോദരങ്ങളെ, പക്ഷേ ലോകത്തിന് അത്ഭുതം നടത്തിയത് ഒരു പച്ച വ്യഭിചാരിയെ ഒരൊറ്റ നിമിഷം കൊണ്ട് ലോകത്തിന്റെ മുമ്പിൽ സമർപ്പിച്ചു കൊടുക്കാൻ, അവന്റെ ഹൃദയത്തിലോട്ടിറങ്ങാൻ. ആ വിദ്യാഭ്യാസമാണ് ഖുർആന്റെ വിദ്യാഭ്യാസം. ഹാഫിളായ ഒരു കുഞ്ഞ് അവൻ മരിക്കുന്നത് വരെ അവൻ മദ്യപിക്കില്ല, അവൻ വ്യഭിചരിക്കില്ല. കാരണം അവന്റെ മനസ്സിൽ ഓർമ്മയുണ്ട്, അല്ലാഹുവേ എന്റെ ഹൃദയത്തിൽ ഞാൻ മനഃപാഠമാക്കിയതെന്താ, ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ഏഴാനാകാശത്തിൽ നിന്ന് റൂഹുൽ അമീൻ പറഞ്ഞു കൊടുത്ത ഈ സുന്ദരമായ വാക്യമാണ് എന്റെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ളത്. അതുകൊണ്ട് ഖുർആൻ അത്ഭുതങ്ങളുടെ മഹാത്ഭുതമാണ്. ബസ്മതി അരിയെ കുറിച്ചിട്ട് മാത്രമല്ല, സൂര്യന്റെ ഭ്രമണപഥത്തെ കുറിച്ചിട്ട് മാത്രമല്ല, ഇരുമ്പിനെ കുറിച്ച് മാത്രമല്ല, ഉറുമ്പിനെ കുറിച്ച് മാത്രമല്ല, സൂര്യനെ കുറിച്ച് പറഞ്ഞ ഗ്രന്ഥമാണ്. ഇസ്ലാമിലേക്ക് ഖുർആൻ കണ്ട് കടന്നു വരുമ്പോ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്ത് കുളിപ്പിക്കുമ്പോ ആ സമയത്ത് വലത്തെ തോളിലൊരു അടയാളം ഉണ്ടായിരുന്നു. ഏതടയാളം എന്നറിയോ? തന്റെ ജാഹിലിയ്യ കാലഘട്ടത്തിൽ മല്ലന്മാരെ തോളിൽ വെച്ച് വട്ടം ചുറ്റിയതല്ല. ആ മനുഷ്യനെ കുളിപ്പിക്കുമ്പോൾ, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്ത് കുളിപ്പിക്കുമ്പോ വലത്തെ ചുമലിൽ ഒരു അടയാളം ഉണ്ടായിരുന്നു. പാതിരാ സമയത്ത് പാവപ്പെട്ടവർക്ക് ഭക്ഷണത്തിന് വേണ്ടി മാവും ഗോതമ്പ് മാവും ചുമന്നുകൊണ്ട് പോയതിന്റെ അടയാളം ആ മനുഷ്യന്റെ മയ്യത്ത് കുളിപ്പിക്കുമ്പോ ആ മനുഷ്യന്റെ വലത്തെ തോളിലുണ്ടായിരുന്നു. പാതിരാ സമയത്ത് അഗതികൾക്കും യതീമീങ്ങൾക്കും അനാഥർക്കും ഗോതമ്പിന്റെ റൊട്ടിയും ചുമന്നുകൊണ്ട് പോയ പാടിന്റെ അടയാളത്തിന്റെ തിരുശേഷിപ്പ് ഈ മനുഷ്യന്റെ ചുമലിലുണ്ടാകുന്ന രീതിയിൽ ഉക്കാളാച്ചന്തയിൽ മല്ലന്മാരെ തോളിൽ വെച്ച് അമ്മാനമാടിയ മനുഷ്യനെ ഈ രീതിയിൽ പരിവർത്തിപ്പിച്ചതാരാ? ആയത്ത് കേറി അത്ഭുതമായി. പിന്നെ ലോകത്തിൽ അത്ഭുതം സൃഷ്ടിക്കപ്പെട്ടു. അങ്ങനെ ഒരു പരിവർത്തിത സമൂഹത്തിന്റെ, ഒരു പരിവർത്തനത്തിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന പ്രേരക ചാലക ശക്തിയായി വർത്തിക്കാൻ ഖുർആൻ എന്ന് നാം പഠിപ്പിക്കുന്ന നമ്മുടെ ഈ ഖുർആന് കഴിയേണ്ടതുണ്ട്. അല്ലാഹു നാക്കി തരട്ടെ. ലോകത്തിലെ ഏറ്റവും വലിയ തമ്മാടികൾ പേടിച്ച് കരഞ്ഞു പോയത് ഖുർആന്റെ ആയത്തിറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞത് അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, ഞാൻ ഈ ആയത്ത് മുഴുവനും പറയാം. ഖുർആൻ ഇതിനെ കുറിച്ച് മാത്രമല്ല, ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ വിസ്മയത്തിന്റെ വിപ്ലവം സൃഷ്ടിക്കാൻ അല്ലാഹുവിന്റെ ഖുർആനിന്. ജുബൈർ ഇബ്നു മുത്തീം ക്രൈസ്തവ പാതിരിയാണ്. ക്രൈസ്തവ പാതിരിയാണ്. അയാൾ മക്കയിലോട്ട് വന്നപ്പോ കൈവാലയത്തിന്റെ മത്താഫിൽ നിന്നിട്ട് അബൂജഹൽ പറഞ്ഞു, ജുബൈർ ഇബ്നു മുത്തീമേ, കൈവാലയത്തിന്റെ മത്താഫിലൂടെ പോകരുത്, അവിടെ ഇരുന്ന് മുഹമ്മദ് ഖുർആൻ ഓതുന്നുണ്ട്, അത് കേട്ടാൽ പിഴച്ചു പോകും. ജുബൈർ ഇബ്നു മുത്തീമേ, ജുബൈർ ഇബ്നു മുത്തീം പഞ്ഞിയെടുത്തിട്ട് തന്റെ ചെവിയിലേക്ക് വെച്ചിട്ട് തന്റെ വിരലുകള് ചെവിയിലോട്ട് കുത്തിക്കയറ്റി ഖുർആൻ ഓതുന്നത് കേട്ടാലേ പിഴച്ചു പോവുകയുള്ളൂ. ജുബൈർ ഇബ്നു മുത്തീം എന്ന ക്രൈസ്തവ തന്റെ വിരല് ചെവിയിൽ കുത്തിക്കയറ്റിയിട്ട് കൈവാലയത്തിന്റെ മത്താഫിലൂടെ പോകുമ്പോഴാണ് കൈവാലയത്തിന്റെ മത്താഫിൽ ഖുർആൻ ഓതുന്നത്. വത്തൂരി കിതാബിൻ മസ്തൂർ ഫീ റക്കിൻ മൻശൂർ വൽ ബൈത്തിൽ മഅമൂർ. ആ ക്രൈസ്തവ പാതിയുടെ വിരല് താനെ അയഞ്ഞു. അയാളുടെ ഉള്ളിലോട്ട് ഖുർആൻ കയറി. ഫവക്കഅതു ബൈന യദയിൽ മുസ്തഫ. അബൂജഹൽ നോക്കി നിൽക്കുമ്പോ ഒരൊറ്റ ആയത്ത് കേട്ടപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ കാൽക്കലേക്ക് വീണു ജുബൈർ ഇബ്നു മുത്തീം. എത്രയെത്ര മഹാത്ഭുതങ്ങൾ, എത്രയെത്ര മഹാത്ഭുതങ്ങൾ. എത്തോപ്യയിലേക്ക് ഹിജറ പോവുകയാണ്. അലി റളിയല്ലാഹു തആല അൻഹു ബഹുമാനപ്പെട്ട ജഅഫർ ഇബ്നു അബീ താലിബിന്റെ മുമ്പിൽ നജാഷിയുടെ മുമ്പിൽ വന്നിട്ട് അബൂ സുഫിയാൻ പറഞ്ഞില്ല, മുഅ്മിനീങ്ങളെ, ഈ മുഹമ്മദും കൂട്ടരും നമ്മുടെ വിഗ്രഹങ്ങളെ തള്ളി പറയുന്നവരാണ്, മതപ്രമാണങ്ങളെ തള്ളി പറയുന്നവരാണ്. ഇവിടെ നിന്ന് നാട് കടത്തണമെന്ന്
നജാഷിയോട് പറഞ്ഞപ്പോ നജാഷി ചോദിച്ചില്ല ജഅഫർ ഇബ്നു അബീ താലിബിനോട്, നിങ്ങളുടെ മുഹമ്മദ് എന്താ പറയുന്നത്? ഞങ്ങളുടെ റസൂലുള്ളാഹി ഖുർആൻ ഞങ്ങൾക്ക് ഓതി തരാറുണ്ട്. നജാഷി എന്ന ക്രൈസ്തവ പാതിരി ചോദിച്ചു, എന്നാൽ ആ ഖുർആനിൽ നിന്ന് അല്പം നിങ്ങളൊന്ന് പാരായണം ചെയ്യുമോ? നജാഷി എന്ന ക്രൈസ്തവ രാജാവിന്റെ രാജസദസ്സിൽ 10,000-കണക്കിന് ക്രൈസ്തവ പണ്ഡിതന്മാരുടെ മുമ്പ് ജഅഫർ ഇബ്നു അബീ താലിബ് ഓതാൻ തുടങ്ങി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ذكر رحمة ربك عبده زكريا إذ نادى ربه نداء خفيا قال رب إني وهن العظم مني واشتعل الرأس شيبا. നജാസി എന്ന ക്രൈസ്തവ പാതിരി കണ്ണിലൂടെ കണ്ണുനീര് തടം തല്ലിയാത്തൊടുങ്ങി ചാടി എഴുന്നേറ്റ് ഇത് കേട്ട ക്രൈസ്തവ പണ്ഡിതന്മാര് പൊട്ടിക്കരഞ്ഞു പോയി. അവര് പറഞ്ഞു, അതെ അതെ, ഇത് മറിയമിനെ കുറിച്ച് പറയുന്ന ഗ്രന്ഥമാണ്, ഇത് ഞങ്ങളുടെ യേശു ക്രിസ്തു പറഞ്ഞു തന്നതാണ്, ഇത് ഖുർആനാണ്, ഖുർആനാണ്. ആ മുഹമ്മദ് സത്യത്തിന്റെ പ്രവാചകനാണ്. ജഅഫറേ, നിങ്ങൾക്ക് ഞാൻ അഭയം നൽകുന്നവരുണ്ട്. ക്രൈസ്തവ പുരോഹിതന്റെ ക്രൈസ്തവ രാജാവിന്റെ കരിങ്കല്ലിന്റെ ഇടഭിത്തിയിലേക്ക് തുളച്ചിറങ്ങി അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. പെങ്ങളെ, 7 മുതൽ 9 വരെ ലോകത്തുള്ള സർവാഭാസങ്ങളും ജീവിതത്തിന്റെ മുഖമുദ്രയാക്കി മാറ്റിയ 1 കോടി രൂപ കിട്ടിയാൽ അരക്ക് പോട്ട് വസ്ത്രം മാറ്റാൻ തയ്യാറെടുക്കുന്ന ഈ സമുദായത്തിന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഒരു കാലഘട്ടത്തിന് മഗ്‌രിബിന്റെ ബാങ്ക് കേട്ടാൽ ആ സമയത്ത് നമ്മുടെ വീടുകളിൽ ഉണ്ടാകുമായിരുന്നു അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. കൂടുന്നു പൊട്ട ഇടം വരം 2, ഓരോരോ സാഹത്തിൽ മാറ്റങ്ങളുണ്ട്. ഖുർആൻ നമുക്ക് അന്യമായി പോയി, ഖുർആൻ ഓതുന്ന സദസ്സ് നമുക്ക് അന്യമായി പോയി. നജാഷിയുടെ ക്രൈസ്തവ പുരോഹിതന്റെ നെഞ്ചിലിറങ്ങിയപ്പോ പൊട്ടിക്കരഞ്ഞ നജാഷി. ഖുർആൻ കരയാനുള്ളതാണ്, കേട്ടിട്ട് കരയണം. 1994 എനിക്ക് ദാറുൽ ദൈവത്തിൽ സനദ് സമ്മേളനം നടന്നു. മിസ്സിസ് ഇന്ദിരാഗാന്ധി എന്ന പ്രധാനമന്ത്രിയാ. മിസ്സിസ് ഇന്ദിരാഗാന്ധിയുടെ മുമ്പിൽ വെച്ച് ലോക പ്രശസ്ത ഖുർആൻ വിദഗ്ധൻ ഷെയ്ഖ് ബാസിത്ത് ഖിറാഅത്ത് നടത്തി. ആ ഖുർആൻ കേട്ടപ്പോ ഇന്ദിരാഗാന്ധി പൊട്ടിക്കരഞ്ഞുപോയി. ഖുർആന്റെ അർത്ഥം അറിയാത്ത ഇന്ദിരാഗാന്ധി, മുസ്ലിം അല്ലാത്ത ഇന്ദിരാഗാന്ധി അവിടെ ഇരുന്നിട്ട് ഖുർആൻ കേട്ടിട്ട് അവർ അവസാനം അവിടെ നിന്ന് പോകുമ്പോൾ ഒരു ഖുർആന്റെ കോപ്പി വാങ്ങിച്ചിട്ടാണ് പോയത്. നമ്മൾ ഖുർആന്റെ ആളുകളാണ്, നമ്മൾ മുസ്ലിങ്ങളാ. നമുക്ക് ആകെ ഉള്ളത് എന്താ? നമുക്ക് ഈ അസലില്ലാത്ത സാധനം കൊണ്ട് നടക്കാനല്ലാതെ നമുക്ക് ഇന്നേവരും പറഞ്ഞത്. നമുക്ക് ഖുർആനൊന്നും വേണ്ട, നമുക്ക് അസലില്ലാത്ത സാധനം മതി. ഈ ആലുവയിൽ അസലില്ലാത്ത 2 സാധനം കിട്ടും. ഒന്ന് പുകയില്ലാത്ത അടുപ്പും, പിന്നെ ഒരു അസലില്ലാത്ത തരീക്കത്തും. 2 ആലുവയിലെ സംഭാവന. അവിടെ പൊതുവെ അസലില്ല, കാരണം അടുപ്പിന് പുക ഉണ്ടാവലാണ് അസല്. അപ്പൊ പുകയില്ലെങ്കിൽ അപ്പൊ അത് ഖിലാഫുൽ അസലാണ്. നമുക്ക് ഈ അസലില്ലാത്തത് മതി എന്റെ പൊന്ന സഹോദരങ്ങളെ. എന്നിട്ട് നമ്മൾ തമ്മിലടിക്കാനും പള്ളി പൊട്ടിക്കാനും നടക്കുക. എനിക്കൊന്നിനോടുമില്ല. ഈ ഖുർആന്റെ പുറകെ നിങ്ങൾ നടക്കുക, ഈ ഖുർആന്റെ വെളിച്ചത്തിൽ പിടിക്കുക. എന്നിട്ട് ആ വെളിച്ചത്തിലൂടെ ഖബറിലും സ്വർഗത്തിലൊരു അത്ഭുത കാഴ്ചയുണ്ട്. അത്ഭുതങ്ങളുടെ മഹാത്ഭുതം ദുനിയാവിലല്ല, സ്വർഗത്തിലൊരു അത്ഭുത കാഴ്ചയുണ്ട്. ഇരുന്നാൽ ഞാൻ അവസാനം പറഞ്ഞുതരാം. ഇരിക്കൂ. എന്നിട്ട് ആ വെളിച്ചത്തിലൂടെ ഖബറിലും സ്വർഗത്തിലൊരു അത്ഭുത കാഴ്ചയുണ്ട്. അത്ഭുതങ്ങളുടെ മഹാത്ഭുതം ദുനിയാവിലല്ല, സ്വർഗത്തിലൊരു അത്ഭുത കാഴ്ചയുണ്ട്. ഇരുന്നാൽ ഞാൻ അവസാനം പറഞ്ഞുതരാം. ഇരിക്കൂ. ഞാൻ എൻ്റെ അനാരോഗ്യം മറന്ന് പ്രസംഗിക്കുകയാണ്, കാരണം എനിക്കത്ര സന്തോഷമുള്ളത് കൊണ്ട്. ചുമച്ചിട്ടൊന്നും വകവെക്കാതെ ഞാൻ പോവുക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഖുർആൻ ഇന്ന് നെഞ്ചിലിറങ്ങി ഒരു ഖുർആനിക സമൂഹം ഉണ്ടാവണം. എന്റെ പ്രിയപ്പെട്ട പൊന്നുപങ്ങളെ, ഈ ഖുർആൻ പഠിക്കാൻ നമുക്ക് അറബി പോലും അറിഞ്ഞൂടാ. അറിയോ? ഗൾഫിൽ പോകാൻ നമ്മൾ അറബി പഠിക്കും. ഖുർആൻ ഓതാൻ അറബി മുന്നേ വരെ പഠിച്ചിട്ടില്ല. ഗൾഫിൽ പോകാൻ അറബി കുത്തിയിരുന്ന് പഠിച്ച എത്ര ആളുകളുണ്ട്? അവിടെ പോയി മുറി അറബിയൊക്കെ ആദ്യമായിട്ട് പയ്യ ഗൾഫിൽ പോയി അറബി ഒന്ന് സാധനം ചോദിച്ചു, കംറിയാൽ അർബറിയാൽ. അപ്പൊ അറബികൾക്ക് ഒരു സ്വഭാവമുണ്ട്. നമ്മൾ സാധാരണ കടയിൽ ചോദിച്ചിട്ട് വില എത്ര 750 രൂപ, അവസാനം എത്ര വയ്ക്കരുത്. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, അവസാനം എത്ര വയ്ക്കരുത്. അതേപോലെ അറബികൾക്ക് ഒരു ചോദ്യമുണ്ട്, കംറിയാൽ അർബറിയാൽ. ആഹ്റക്കലാം എന്ന് പറഞ്ഞാൽ എങ്ങനെ? ആഹ്റക്കലാം എന്ന് പറഞ്ഞാൽ അവസാനം. പയ്യൻ പോയിരുന്നു മലയാളി അത് അറബി ചെറുക്കം വന്നു, എത്രയാൽ? കംറിയാൽ അർബറിയാൽ.
മലയാളി പയ്യനോട് ചോദിച്ചു ആഖിർ കലാം ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവൻ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആകെ അവൻ അറിയാവുന്ന അറബി ആഖിർ കലാം ലാ ഇലാഹ ഇല്ലല്ലാഹ്. മോനെ പഠിക്കും, സഹോദരിമാരെ പഠിക്കും. ഒന്ന് പഠിക്കാൻ ശ്രമിച്ചാൽ പെട്ടെന്ന് കഴിയും. അതുള്ള സാഹചര്യം നിങ്ങളുടെ മുമ്പിലുണ്ട്. എൻ മകൻ ഏതു വിദേശത്തു പോകിലും നിന്മനെ കാമ്പിനി ഓർമ്മ വേണം. നിന്നുടെ ഭാഷ നിന്തറവാട്ടമ്മ അന്യ ഭാഷ വിരുന്നുകാരി. ഏതൊരു മന്ത്രവും ഏതൊരു വേദവും ഏതൊരു തത്വവും ഏതൊരാൾക്കും വൃത്തിൽ പതിയണമെങ്കിൽ സഭാഷതന് വക്രത്തിൽ നിന്നു പഠിക്ക വേണം. ഒക്കെ മാക്കാനേ ഉള്ളൂ. ഏത് മന്ത്രവും ഏത് വേദവും പറയല്ലേ, ഏതൊരു മന്ത്രവും ഏത് വേദവും അവന്റെ ഹൃദയത്തിൽ പഠിക്കണമെങ്കിൽ അവനവന്റെ ഭാഷയിൽ നിന്ന് പഠിക്കണം. ഖുർആൻ ഹൃദയത്തിൽ ഇറങ്ങണമെങ്കിൽ മലയാളത്തെ എഴുതി പഠിച്ചിട്ട് ഒരു ഹൃദയത്തിൽ ഇറങ്ങൂല. അത് അറബിയിൽ അതേ സ്ഫുടതയോടെ തജ്വീദോടെ പഠിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതിന് നമ്മൾ ഈ മത്സരമൊക്കെ അങ്ങോട്ട് വിടണം. എന്ത് വിടണം? മത്സരം വിടണം. ഞാൻ ഏത് വലിയ രാജാവാണെങ്കിലും ഈ മത്സരം വിട്ടിട്ട് ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു അത്ഭുതമുണ്ട്. ഖുർആൻ ഒരു സൂറത്തുണ്ട്. ആ സൂറത്തിന്റെ പേര് ഉറുമ്പെന്ന്. സൂറത്തിന്റെ പേര് ഉറുമ്പ്. സൂറത്തിൽ നംല്. ശരി, ഞാൻ ഇത് സമയമൊന്നും അധികമില്ല. സൂറത്തിന്റെ മുന്നിൽ ഒന്ന് രണ്ട് കാര്യം പറയാം. ബാക്കി ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞല്ലോ, ഒരു അഭ്യുദയാകാംക്ഷയായിട്ട് ഞാൻ ഉണ്ടാവും. അപ്പൊ നമുക്ക് പിന്നീട് പറയാം. സൂറത്തിൽ നംല് ലോകത്തിലെ ഏറ്റവും വലിയ ഗ്രഹമായ സൗരയൂഥം മിൽക്കി വേ 10,000 കോടി നക്ഷത്രങ്ങളുമായി കറങ്ങുന്ന ഒരു വ്യൂഹത്തെ കുറിച്ച് പറഞ്ഞ ഖുർആൻ നിസ്സാരക്കാരനായ ഉറുമ്പിന്റെ പേര്, കാണാൻ പോലും കഴിയാത്ത ഉറുമ്പ്, സൂറത്തുൻ നംല്, ഉറുമ്പിന്റെ പേര് ഖുർആനിൽ കൊടുത്തു. ഉറുമ്പിന് എന്ത് കാര്യം? ഉറുമ്പിനെ കണ്ട് പഠിക്കണം മനുഷ്യൻ. നീ ആരടാ? നീ ആരടാ? നിങ്ങളല്ല കേട്ടോ. നീ ആരടാ? ഉറുമ്പിനെ കണ്ട് പഠിക്കും. നമുക്ക് മത്സരം. ആരുടെ? ഞാനാ സുൽത്താൻ, ഞാനാ രാജാവ്, ഞാനാണ് അധികാരി, എനിക്കപ്പുറത്തോട്ട് പിന്നെ ലോകമില്ല. എടാ, നീ ആരെ കണ്ടിട്ടടാ? കരയിൽ നിന്ന് വ്യഭിചരിച്ചിട്ട് കൊതി തിരാതെ കടലിൽ കിടന്ന് വ്യഭിചരിച്ച ആളാ ഫിറഔൻ. ആ ഫിറഔൻ ഈജിപ്തിലെ മ്യൂസിയത്തിൽ മലന്ന് കിടത്തുന്നു. ആരാ ഫിറഔൻ? കരയിൽ നിന്ന് വ്യഭിചരിച്ചിട്ട് കൊതി തീരാതെ കടലിൽ കിടന്ന് വ്യഭിചരിച്ച ആളാ ഫിറഔൻ. മൂസാ നബി പറഞ്ഞു ചെയ്യരുത്. അള്ളാഹുവിനെ വെല്ലുവിളിച്ച ഫിറഔൻ എവിടെ പോയി? പോയി. നമ്മുടെ അഹങ്കാരം മാത്രം ഒന്ന് മനസ്സിൽ നിന്ന് വെച്ചാൽ മതി. എവിടെ പോയി? അന റബ്ബുക്കുമുൽ അഅ്ലാ. ആരാണ് മൂസാ? അല്ലാഹു വിളിച്ചു. അപ്പോൾ മൂസാ നബി പറഞ്ഞു അല്ലദീ അൻസല മിനസ് സമാഇ മാഅ. ആകാശത്തിൽ നിന്ന് മഴ പെയ്യിക്കുന്നവനാ എൻ്റെ അല്ലാഹ്. പൊട്ടിച്ചിരിച്ചിട്ട് പറഞ്ഞു മൂസാ, എന്നാൽ നിന്റെ അല്ലാഹ്ക്ക് മേലെ ഞാനാ. കാരണം എന്താ? മഴ പെയ്യിക്കണമെങ്കിൽ നിന്റെ അല്ലാഹ്ക്ക് ഭൂമി വേണ്ടേ? ഭൂമി ആരുടേതാ? നിങ്ങൾ മനസ്സിലെ കൽബിനെ കേട്ടു. പൊന്നു സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ ഭാവം നമ്മുടെ മനസ്സിലുണ്ട്. ഖുർആൻ അത് മാറ്റാനാവും. ഈ ഭാവം ഞാൻ ആരാ? നീ ആരടാ? കിടമേ പൊട്ടാ നീ മുന്തുള്ളി പിഞ്ചോര കെട്ട പിന്നീന്ന് കാഷ്ടം ചുമന്നോരു കൊട്ട റൂഹൊന്ന് വിട്ടാൽ ചത്ത ചരമല്ല പൊട്ട പറനിന്റുടൽ കണ്ട് ബഹുമാനം പൊട്ട. കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല? ഈ പാട്ട് കേട്ടിട്ടില്ല? ഞാൻ കെട്ടിയ പെണ്ണിനെ ഇത്തിരി ചന്തം കുറവാന്ന് കേട്ടിട്ടില്ലല്ലോ. അത് സുക്കൂനായതല്ല കാത്ത് കസാണ് പറയാൻ പറ്റും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് കുറവാന്ന് പറഞ്ഞ് കിടക്കാൻ പറ്റും മനുഷ്യന്റെ മുമ്പിൽ? ഇങ്ങോട്ട് നോക്ക് മോനെ, പഠിക്കണം. ഇതെന്താ? ഇത് ഖുർആനാണ്. ഖുർആനാണിത്. ഖുർആൻ. ഷുജാഇ മുസ്ലിയാർ എന്ന് പറയുന്ന മനുഷ്യൻ തൃശ്ശൂർ ജില്ലയിൽ അണ്ടത്തോട് വഫാത്തായി കിടപ്പുണ്ട് ഇപ്പോഴും മനുഷ്യൻ. ആ മനുഷ്യൻ പറഞ്ഞാണ്, എടാ പൊട്ട, നീ ആരെടാ? പൊട്ട നീ മുന്തുള്ളി പിഞ്ചോരെ കെട്ട പിന്നീന്ന് കാഷ്ടം. പഴയ ഉമ്മമാര് പാടി പിടിച്ചിട്ടുണ്ട്. പഴയ ഉമ്മമാരുണ്ടോ ഇവിടെ? സഫലമാല എന്ന് പറയുന്നത്. സഫലമാല. ഇപ്പൊ എവിടെ മാല ഓതാൻ? എവിടെ മാല ഓതാൻ? മാല ഓതിയാൻ പോയില്ലേ? എവിടെ മാല? മോനെ, ഇതാണ് മാല. പണ്ടത്തെ ഉമ്മമാര് പാടും. ഇപ്പോഴത്തെ ഉമ്മമാര് 98 വയസ്സായി 2 സീസിങ്ങൾ അടയ്ക്കാനാണ്. എന്നാലും ഉമ്മമാർക്ക് അത് അറിഞ്ഞുകൂടാ. പഴയ എന്റെ ഉമ്മ ഇത് പാടി തന്നത് കേട്ടാ ഞാൻ പഠിച്ചു. എന്താ ഇത്? ഖുർആനാണ്.
ഖുർആനാണ്. എടാ പൊട്ട, നീ എന്ത് കണ്ടിട്ടടാ അഹങ്കരിക്കണം? നീ ആരടാ പൊട്ട? നീ മുണ്ടുള്ളി ഫിഞ്ചോരക്കട്ട, പിന്നീന്ന് കാഷ്ടം ചുമന്ന ഒരു കൊട്ട. എടാ നീ ഉമ്മാടെ ഉമ്മ വാപ്പാടെ ആര് തൊടാനടയ്ക്കുന്ന കണ്ടാലുടനെ തുടച്ചു മറ്റൻ വ്യഗ്രത കാണിക്കുന്ന ഒരു തുള്ളിയിൽ നിന്ന് നിന്നെ സൃഷ്ടിച്ചതല്ലടാ മനുഷ്യ. ഇപ്പൊ നിന്നെ സൃഷ്ടിച്ചിട്ട് നീ ഇപ്പൊ ആരാ? നെഞ്ചും പിരിച്ചിട്ട് അങ്ങനെ നടക്ക. ഇപ്പൊ നീ ആരാ മോനെ? പിന്നീന്ന് കാഷ്ടം ചുമന്ന ഒരു കൊട്ട, കുറെ കാഷ്ടം ചുമന്നുകൊണ്ട് കിടക്കുന്ന ഒരുമാതിരി മൊബൈൽ ടോയ്ലറ്റാണ്. ഞാൻ അപ്പുറത്തോട്ടൊന്നുമില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വസ്ത്രത്തിന്റെ ഉള്ളിൽ നീ ആരാ? കുറെ കാഷ്ടം ചുമന്നുകൊണ്ട് കിടക്കുന്ന ഒരുമാതിരി മൊബൈൽ ടോയ്ലറ്റ്. കാന പീന സോന ഹഗ്ന. തീർന്നു, വിഷയം തീർന്നു. എന്നിട്ട് ഇങ്ങനെ നടക്കുക. ഞാൻ ആരാ? ദുനിയാവിൽ ആർക്ക് സുൽത്താനാവും? ദുനിയാവിലെ സുൽത്താൻ ആരാവാൻ? ആഖിറത്തിലെ സുൽത്താൻ ആവാന്റെ പ്രശ്നം. ദുനിയാവിൽ ആർക്കുമാവും, പക്ഷേ ആഖിറത്തിലെ സുൽത്താനാവാൻ കഴിയണം. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്. എന്തിനോടാണ് ഈ മത്സരം? എന്തിനാ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന് അധ്യായത്തിന് പേര് വെച്ച് സൂറത്തുൻ നംൽ, ഉറുമ്പെന്ന് പേര് വെച്ച് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിന്. എന്തെന്നറിയോ മനുഷ്യ? ഉറുമ്പിനെ കണ്ടുപിടിക്കുക. മനുഷ്യ ഉറുമ്പിനെ കണ്ടുപിടിക്കുക. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ സൂറത്തിൽ നമ്മൾ ഉറുമ്പിനെ കണ്ടുപിടിക്കുക. എന്താണ് ഉറുമ്പിന്റെ പ്രത്യേകത എന്നറിയോ സഹോദരങ്ങളെ? ഒരു ഉറുമ്പ് വിശന്ന് പറഞ്ഞ് പോവുകയാണ്. ആ പോകുന്ന വഴിയിൽ ഒരു ധാന്യമണി കണ്ടാൽ വിശപ്പുള്ളതോടുകൂടി ഉറുമ്പത് തിന്നുകയില്ല. ഉറുമ്പ് മെല്ലെ മാളത്തിലേക്ക് മടങ്ങുകയാണ്. അവിടെ പട്ടിണി കിടക്കുന്ന തന്റെ കൂടപ്പുറപ്പുകൾ, തന്റെ സഹോദരങ്ങൾ, തന്റെ സഹപാഠികൾ വിളിച്ചുകൊണ്ടുവന്ന് ആ പകുതി ധാന്യമണി അവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് ഒരാൾക്ക് തിന്നാനുള്ളത് ആരും അറിയാതെ ഒറ്റയ്ക്ക് തിന്നലല്ല, ഉള്ളത് എല്ലാവർക്കും വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുന്ന ഉറുമ്പിനെ, നിസ്സാരക്കാരനായ ഉറുമ്പിനെ ഒരു സൂട്ടത്തിന് പേര് വെച്ചു കൊടുത്താൽ ഇത് വെറുതെയല്ല. ആ ഉറുമ്പിനെ കണ്ടു നിങ്ങൾ പഠിക്കണേ. ആ ഉറുമ്പിനെ കണ്ടു നിങ്ങൾ പഠിക്കണേ എന്ന അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഉറുമ്പ് തന്നെ തിന്നില്ല, നേരെ പോയി വിളിച്ചുകൊണ്ട് വരും. ഉള്ളത് മറ്റൊരാൾക്ക് കൂടി കൊടുക്കും. രണ്ടാമത് ഉറുമ്പിനൊരു സ്വഭാവമുണ്ട്. സൂറത്തുൻ നംൽ ഞാൻ പറയുക. ഇത് കഴിഞ്ഞാൽ ഒരു വലിയ കഥ ഞാൻ പറഞ്ഞു. സൂറത്തുൻ നംലിൽ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരു ശാസ്ത്ര സത്യം പറയാൻ വേണ്ടി ഒരു കഥ പറഞ്ഞു. പക്ഷെ ഉറുമ്പിനൊരു സ്വഭാവമുണ്ട്. എതിരെ ഒരാൾ വന്നാൽ ഉറുമ്പിന് കൂട്ടം ഒന്നും ചെയ്യില്ല. അത് മെല്ലെ ഒന്ന് ഒതുങ്ങി കൊടുക്കും. ഉറുമ്പ് മെല്ലെ ഒന്ന് ഒതുങ്ങി നിൽക്കും. മറ്റുള്ളവർ പോയി കഴിയുമ്പോൾ ഉറുമ്പും കൂട്ടം മെല്ലെ മുമ്പോട്ട് പോകും. ഈ ഉറുമ്പിന്റെ സ്വഭാവം മനുഷ്യൻ നിനക്കില്ലാത്തതെന്താ? നീ ഇത്ര അഹങ്കാരിയായി പോയല്ലോ എന്ന് പറയാനാണ് 100-ലധികം ആയത്തുകളുള്ള ഒരു സൂക്തത്തിന് ഉറുമ്പിന്റെ പേര് കൊടുത്തു. ഇതൊരു ദൈവിക ഗ്രന്ഥത്തിനെ കഴിഞ്ഞു. ഈ ഒരു മനസ്സ് ഒന്ന് ഒതുങ്ങിക്കൊടുക്കാൻ ഒരു മനസ്സിലായിരുന്നെങ്കിൽ നമ്മുടെ സംഘടനകൾ രക്ഷപ്പെടുമായിരുന്നു, നമ്മുടെ സമൂഹം രക്ഷപ്പെടുമായിരുന്നു, നമ്മുടെ മഹല്ല് രക്ഷപ്പെടുമായിരുന്നു. എന്തിനേറെ ഭാര്യയും ഭർത്താവും രക്ഷപ്പെടുമായിരുന്നു. ഭർത്താവ് ഇങ്ങോട്ട് വന്നു, ഭാര്യ ഒന്നും ഒതുങ്ങി കൊടുത്താൽ ഭർത്താവ് ഇങ്ങനെ പറഞ്ഞ ഭാര്യ ഉറുമ്പിന്റെ സ്വഭാവം പഠിക്കുക. ഇത് വെറുതെ ഒരു സൂറത്തിൽ പേര് വെച്ചല്ല. ഒന്ന് ഒതുങ്ങി കൊടുക്കാൻ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ. ഇതെവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ? ഭാര്യയും ഭർത്താവും ജീവിക്കണോ? ഉറുമ്പിനെ കണ്ടുപഠിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ. വാപ്പയും മകനും തമ്മിലുണ്ടാവണോ? ഉറുമ്പിനെ കണ്ടുപഠിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ. മഹല്ല് നന്നായിട്ട് പോകണോ? ഉറുമ്പിനെ കണ്ടുപഠിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ. കൂടപ്പുറപ്പുകൾ നന്നായി പോകണോ? ഉറുമ്പിനെ കണ്ടുപഠിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമ്മൾ അങ്ങനെ ആക്കി തരട്ടെ. അള്ളാഹു നമ്മൾ അങ്ങനെ ആക്കി തരട്ടെ. അള്ളാഹു നമ്മൾ അങ്ങനെ ആക്കി തരട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ. ആ വിശുദ്ധമായ ഖുർആനിൽ ഒരു സൂറത്തിന്റെ പേര് ഉറുമ്പ്, മറ്റൊരു സൂറത്തിന്റെ പേര് ഇരുമ്പ്. സൂറത്തുൽ ഹദീദ്. ഒരു സൂറത്തിന്റെ പേര് ഇരുമ്പ്, മറ്റൊരു സൂറത്തിന്റെ പേര് ഉറുമ്പ്, മറ്റൊരു സൂറത്തിന്റെ പേര് ഇരുമ്പ്. യഥാർത്ഥത്തിൽ സൂറത്തുൽ ഹദീദ് ഖുർആനിൽ സൂറത്താണ്. പഠിക്കുക നന്നായിട്ട്. ഖുർആൻ പഠിക്കാൻ താല്പര്യം വരാൻ വേണ്ടി പറയുക. യഥാർത്ഥത്തിൽ ഒരു സൂറത്തിന് പേര് വെക്കുമ്പോൾ ഇരുമ്പ് വെക്കാവോ? ഇരുമ്പെന്ന് നമ്മൾ സാധാരണ ആക്രി അല്ലെ, സാധാരണ ഭാഷ ആക്രി, വിലയില്ലാത്ത സാധനം. യഥാർത്ഥത്തിൽ ഒരു ലോഹമാണ് ഇരുമ്പ്. ഒരു ലോകത്തിന്റെ പേര് വെക്കണമെങ്കിൽ ഏറ്റവും വിലയുള്ള സ്വർണത്തിന്റെ പേര് വെക്കേണ്ട. ഖുർആനിന്റെ സൂറത്തിന്റെ പേര് പറയും ഇരുമ്പാണ് പറയുന്നത്. സ്വർണം, പ്ലാറ്റിനം, വൈഡൂര്യം, മരതകം.
ഒരു സൂറത്തിന് പേര് വെച്ച് സൂറത്തുൽ ഹദീദ്. നീ വലിച്ചെറിഞ്ഞ ഖുർആന്റെ കഥയാണ് ഈ പറയുക. ഇരുമ്പ്. എന്തുകൊണ്ട്? ഇരുമ്പിനൊരു പ്രത്യേകതയില്ല. ആർക്കെങ്കിലും പറയാം ഇരുമ്പിന്റെ പ്രത്യേകത? ഇരുമ്പിന്റെ പ്രത്യേകത ഈ കൂട്ടത്തിരിക്കുന്ന ആർക്കെങ്കിലും പറയോ? അതിപ്പോ ദയാനന്ദനെ കൊല്ലാനുള്ള സാധ്യത. അതായിരുന്നു ലോകത്തുള്ള സർവ്വലോഹങ്ങളും ഈ ഭൂമിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതാണ്. എന്നാൽ ഇരുമ്പെന്ന ഒരേ ഒരു ലോകം അത് ആകാശത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതാണ്. 15 നൂറ്റാണ്ട് മുമ്പ് അബൂജഹലിന്റെ മുന്നിൽ ഖുർആൻ അവതരിപ്പിക്കപ്പെടുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ഓതിക്കെടുക്കുകയാണ് വഅൻസൽനൽ ഹദീദ് وأنزلنا الحديد فيه بأس شديد ومنافع للناس. ഈ ഉരുമ്പിനെ ഞാൻ ആകാശത്ത് നിന്ന് ഇറക്കിയതാണ്. ഇത് അത്ഭുതമാണ്, അത്ഭുതമാണ്, അത്ഭുതമാണ്. ലോകമല്ല ഇരുമ്പെന്ന ഒരേ ഒരു ലോകം അത് ആകാശത്ത് നിന്ന് ഇറക്കിയതാണെന്ന് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് ബോധം നൽകണേ തമ്പുരാനെ. ഈ ഖുർആനിൽ ഞങ്ങൾക്ക് നീ അറിവ് നൽകണേ തമ്പുരാനെ. ഈ ഖുർആനിൽ ഞങ്ങൾക്ക് അറിവ് നൽകണേ തമ്പുരാനെ. ഈ ഖുർആൻ അത്ഭുതങ്ങളുടെ മഹാത്ഭുതമാണ്. അതുകൊണ്ട് രസകരമായ ഖുർആന്റെ ഒരു കഥ ഈ സദസ്സിൽ ഞാൻ വിവരിക്കുകയാണ്. അല്ലാഹു ആ കഥ കേൾക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സുന്ദരമായ ഒരു കഥ. അതാണ് നിങ്ങൾക്ക് താല്പര്യം. സീരിയലിൽ കാണുന്നത് അങ്ങനെ തന്നെയാണ്. മോനെ ഖുർആൻ പറയാത്തതൊന്നുമില്ല. പ്രസവിച്ചു, കുട്ടിക്ക് പേരിടേണ്ടത് ആരാണ്? ഉമ്മയോ ഉപ്പയോ? ഉപ്പയോ? അതൊന്നും പുലത്തിൽ കുഞ്ഞബ്ദുള്ളയോട് പറഞ്ഞാൽ മതി. പ്രസവിച്ചു, കുട്ടിക്ക് പേരിടണം. ഉപ്പയും ഉമ്മയും തമ്മിൽ തർക്കമായി. ആരുടെ പേരാണ് മുന്തിക്കേണ്ടത്? ഖുർആൻ. തന്റെ മകളെ പ്രസവിച്ചപ്പോ ഹന്നാ ബീവി പറഞ്ഞു ഞാൻ ഇവൾക്ക് മറിയമെന്ന് പേരിടുകയാണ്. വാപ്പ ഇല്ലാത്തത് മരിച്ചത് കൊണ്ടാണ് തഫ്സീറിലുണ്ട്. പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട് ഉമ്മയുടെ പേരിനാണ് ഔലവിയത്ത് കൊടുക്കേണ്ടത് എന്ന് വിശുദ്ധ ഖുർആൻ. വാക്കവില്ലാതെ പറഞ്ഞിരുന്നത് ഉമ്മന്റെ പേര്, ഉമ്മന്റെ ഫാക്ടറിയുടെ പേര്. ഇനി സമയത്തുക മറിയം. മോനെ ഇങ്ങനെ 3 നേരം തിന്നിട്ട് ഇങ്ങനെ കിടന്നുറങ്ങലല്ലാതെ ഖുർആൻ ഇടയ്ക്ക് നോറി പഠിക്കാൻ വേണ്ടി തയ്യാറാണ്. ഇങ്ങനെ ഇമാതിരി ഈ പൊരിച്ച കോഴി ചപ്പാത്തിയും മറ്റേ ആ തവാഫിയുടെ കോഴി അങ്ങനെ കറങ്ങുന്ന ഒരു കോഴി ഉണ്ടല്ലോ, ആ തവാഫിയുടെ കോഴി തിന്നിട്ട് ശരി 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 നിങ്ങളൊന്ന് നോക്ക്. വെജിറ്റേറിയൻ ആണോ നല്ല ഭക്ഷണം? നോൺ വെജിറ്റേറിയൻ ആണോ ഏറ്റവും നല്ല ഭക്ഷണം? ഏത്? കാലാവസ്ഥ ഒന്നുമില്ല. എന്റെ ചോദ്യം ഒറ്റ ചോദ്യം. ഉസ്താദ്മാരെ എന്നോട് ചോദിക്കരുത്. വെജിറ്റേറിയൻ ആണോ നല്ല ഭക്ഷണം? നോൺ വെജ് ആണോ നല്ല ഭക്ഷണം? പറ. കുറെ ഭാഗം നമ്മൾ പറഞ്ഞത് ഇതിങ്ങനെ ഒരു വാദിരിക്കട്ടെ. വെജിറ്റേറിയൻ കാരണം എന്താ? ഡോക്ടർമാർ പറയും കോഴി തിന്നരുത്, അറ്റാക്ക് ഉണ്ടാവും. ഇറച്ചി കൂടുതൽ തിന്നത് കൊളസ്ട്രോളുമായിട്ട് പോയാൽ പറയും ഇറച്ചി തിന്നത് ഇച്ചിരി കുറയ്ക്കണം എന്ന് പറയും. പക്ഷേ നോൺ വെജ് ആണ് ഏറ്റവും നല്ല ഭക്ഷണം. ഏറ്റവും നല്ല ഭക്ഷണം എന്നാര് പറഞ്ഞു? ഖുർആൻ. എന്നാര് പറഞ്ഞു? വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു മൂസാ നബി ബനൂ ഇസ്രായേലുമായി കടന്നു പോകുമ്പോ അവര് പറഞ്ഞു മൂസാ ഞങ്ങൾക്ക് ഭക്ഷണം നൽകണമെന്ന് പറഞ്ഞപ്പോ കാടപ്പച്ചിയുടെ ഇറച്ചിയും കട്ടിത്തേനും അല്ലാഹു നൽകി. അത് തിന്നപ്പോഴാണ് ബനൂ ഇസ്രായേൽ പറഞ്ഞത് അല്ലാഹു മൂസാ നബിയെ ഞങ്ങൾക്ക് ഇത് വേണ്ട. ഞങ്ങൾക്കിനി പച്ചപ്പയറും ഉള്ളിയും ഗോതമ്പും വെജിറ്റേറിയൻ മതി. ഈ നോൺ വെജ് ഞങ്ങൾ മടുത്തെന്ന് പറഞ്ഞപ്പോ അള്ള പറഞ്ഞു മൂസാ നബിയെ അവരോട് ചോദിച്ചു നോക്കുക ഏറ്റവും നല്ല ഭക്ഷണം നിങ്ങൾ ഏറ്റവും താഴ്ന്ന ഭക്ഷണം നിങ്ങൾ ചോദിക്കുകയാണോ? ഇറച്ചി നിന്നുകൊണ്ട് നടന്ന നിങ്ങൾ ഏറ്റവും താഴ്ന്ന വെജിറ്റേറിയന്റെ ഭക്ഷണം നിങ്ങൾ ചോദിക്കുകയാണോ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഇതെന്റെ കണ്ടുപിടുത്താണ്. ഇത് ബുഖാരിയിലുണ്ടോന്ന് ചോദിച്ചാൽ ഇല്ല. ബുഖാരിയിലും മുസ്ലിമിലും ഉണ്ടോന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം ഏറ്റവും നല്ല മാംസത്തിന്റെ ഇറച്ചി നിങ്ങൾക്ക് തന്നിട്ട് അതിന് ഏറ്റവും താഴ്ന്ന വെജിറ്റേറിയൻ ആണ് നിങ്ങൾ ചോദിക്കുക.
അപ്പൊ ഉസ്താദ് കോഴി തിന്നൊരു അറ്റാക്ക് വരുന്നതോ എന്താ 40 ദിവസം കൊണ്ട് ഗർഭിണിയായി പ്രസവിക്കണം കോഴി തിന്നിട്ടാണ് നാടൻ കോഴി ഇന്ന് ഉപ്പാപ്പാക്കി ഇന്നവരെ അറ്റാക്ക് വന്നിട്ടില്ല. അള്ളാഹു ദീർഘായുസ് നൽകട്ടെ. ഇന്നവരെ കുഴപ്പമുണ്ട്. കലർപ്പില്ലാത്ത ഭക്ഷണം കഴിച്ചവരാണ് കലർപ്പില്ലാത്ത ഭക്ഷണം കഴിച്ചവരാണ് അവർ. മാത്രമല്ല അവര് കഴിച്ച ഭക്ഷണത്തിന് ശുക്രുള്ളവരാണ്. പണ്ട് കാലത്ത് വീട്ടിൽ തേങ്ങയിട്ടാൽ ആ വീടിന്റെ കോങ്കലിൽ പടിഞ്ഞാറേ മൂലയിൽ ഒരടക്കത്തേങ്ങ തൂങ്ങിക്കിടക്കും. നാനൊരു തേങ്ങയിട്ടാൽ 10 തേങ്ങ എടുത്തതിന്റെ തൊണ്ട് ഒരൽപ്പം വലിച്ച് വീടിന്റെ കോങ്കലിൽ കെട്ടിത്തൂക്കിയിടും. റബീയിലെ ഒരു 12 ആ തേങ്ങയിൽ നിന്ന് 10 തേങ്ങ എടുത്ത് അരച്ച് പായസം വെച്ച് വാപ്പയും കുടുംബാംഗങ്ങളും മൗലൂദൂരിട്ട് കൊടുത്തു. അതുകൊണ്ട് അന്നത്തെ തേങ്ങ മണ്ടരിയില്ലാത്ത തേങ്ങയായിരുന്നു. ഇന്ന് നമ്മൾ ആ തേങ്ങ തിന്നിട്ട് പോകാൻ പാടില്ല എന്ന് പറഞ്ഞു. ആ തേങ്ങ തന്നെ പോയി. പണ്ടത്തെ അവർക്ക് ഒരു തേങ്ങ കിട്ടിയാൽ ഈ പഴയ സമൂഹത്തിന് റസൂലുള്ളാഹി ഉറപ്പുണ്ടായിരുന്നു. ഇന്നത് പോയി. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആദ്യമായി പെട്ടെന്ന് ഒരു കഥ പറയുന്നതിന് ആദ്യമായി അപ്പൊ വെജാണോ നോൺ വെജാണോ ഏറ്റവും നല്ലത്? ഇനി തിരിച്ചു പറയാനെന്ന് ചോദിച്ചാൽ പറയോ? ഇല്ല. ഒരു രാഷ്ട്രത്തെ ലോകത്തറിയുന്നത് ജനസംഖ്യ വെച്ച ഇന്ത്യ 100 കോടി, അമേരിക്ക 84 കോടി. ലോകത്താദ്യമായി ജനസംഖ്യ പറഞ്ഞത് ഖുർആനാണ്. ലോകത്താദ്യമായി ജനസംഖ്യ പറഞ്ഞത് ഖുർആനാണ്. ഈ 12 വയസ്സുകാരന്റെ മനസ്സിലിരുന്ന ഖുർആനാണ്. ഈ കയ്യിലിരിക്കുന്ന ആയത്താണ്. യൂനുസിനെ ഞാൻ അയച്ചത് 1,00,000 ജനസംഖ്യയുള്ള രാഷ്ട്രത്തിലേക്കാണ്. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഇങ്ങനെ എത്ര പറയാൻ സമയമില്ല. ഞാൻ ചുരുക്കുകയാണ് സഹോദരങ്ങളെ. ബഹുമാനപ്പെട്ട വിശുദ്ധ ഖുർആൻ സൂറത്തിന്റെ ഒരു ശാസ്ത്ര സത്യം പറയാൻ ഒരു അത്ഭുതകരമായ കഥ പറയുന്നുണ്ട്. ലോകം അടക്കി പിടിച്ച ചക്രവർത്തിയാണ് സുലൈമാൻ നബി. 4 ചക്രവർത്തിമാരാണ് ലോകം അടക്കി ഭരിച്ചിട്ടുള്ളത്. അതിലൊരാളാണ് ബഹുമാനപ്പെട്ട നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം. ശാസ്ത്രം കേട്ട് വിഷമിക്കേണ്ട, ഒരു കഥ കേട്ട് പെണ്ണുങ്ങളൊന്നും ഉഷാറായിക്കോട്ടെ. അപ്പൊ അതിന്റെ കൂടെ ഒരു ശാസ്ത്രം കൂടെ ഞാൻ പറഞ്ഞുതരാം. 3 എണ്ണം ശ്രദ്ധിച്ച് കേൾക്കുകയാണ്. ലോകം അടക്കി ഭരിച്ച പ്രവാചകനാണ് സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം. 4 പേര് അടക്കി ഭരിച്ചിട്ടുണ്ട്. സുലൈമാൻ നബി ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു പ്രവാചകനാണ്. ഇനി നിങ്ങൾ ഒരു രഹസ്യം കൂടെ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. സുലൈമാൻ നബി കേരളവുമായിട്ട് അഭേദ്യമായി ബന്ധമുള്ള ആളാണ്. കേരളത്തിൽ നിന്ന് തേക്ക് കൊണ്ടുപോയ ആളാണ് നബിയുല്ലാഹി സുലൈമാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കേരളത്തിൽ നിന്ന് നിലമ്പൂരിൽ നിന്ന് ഇന്ത്യയും അന്ന് സുലൈമാൻ നബിയുടെ വീടിലാണ്. ലോകമടക്കി ഭരിച്ചു. കേരളത്തിൽ നിന്ന് തേക്ക് കൊണ്ടുപോയ ആളാണ്. നിലമ്പൂരിൽ നിന്ന് തേക്ക് കൊണ്ടുപോയ ആളാണ് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം. സുലൈമാൻ നബിയുടെ കാലഘട്ടത്തിൽ സുലൈമാൻ നബിക്ക് 2 തുറമുഖം ഉണ്ടായിരുന്നു. ഒന്ന് ബാഫാർ. ആ ബാഫാറാണ് ഇപ്പോഴത്തെ ബേപ്പൂർ. രണ്ടാമത്തേത് കറാച്ചിയിലാണ്. അന്ന് കറാച്ചി ഇന്ത്യയുടെ ഭാഗമാണ്. പഠിക്ക് നന്നായിട്ട്. ചരിത്രമാണിത്. വാക്കവി വെറുതെ പറയുന്നതല്ല. ആദം നബിയുടെ 2 മക്കൾ തമ്മിൽ കാബീൽ ഹാബീലിനെ കൊന്നു. ആ സംഭവം നടന്നത് തമിഴ്നാട്ടിലെ രാമനാഥപുരത്താണെന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഖുർആനിൽ പറയുന്ന സംഭവം ചരിത്രം വെറുതെയല്ല. അതിന്റെ കഥ കാബീൽ ഹാബീലിനെ കൊന്നല്ലോ അറിയില്ലേ? ആദം നബിയുടെ 2 മക്കൾ. ആ കൊല നടന്നത് എവിടെ വെച്ചാ? തമിഴ്നാട്ടിലെ രാമനാഥപുരത്ത് വെച്ച്. അത്ഭുതം ഉണ്ടോ? കാരണം ആദം നബി ജീവിച്ചത് ഇന്ത്യയിലല്ലേ? ആദം നബി ജീവിച്ചത് ഇന്ത്യയിലല്ലേ? സ്വർഗത്തിൽ അല്ലാഹു ആദം നബിയെ പുറത്താക്കി. ആദം നബി എവിടെ വന്നു? സിലോണിൽ വന്നു. ഹവ്വാ ബീവി എവിടെ പോയി? എവിടെ? ജിദ്ദയല്ല, ജിദ്ദ മലയാളിയാക്കിയതാണ്. ജദ്ദ. അറബികൾ ജദ്ദ എന്ന് പറയുക. വെല്ലുമാട നാട്. ആദം നബി ഇന്ത്യയിൽ വന്നു. ഹവ്വാ ബീവി ജദ്ദയിൽ വന്നു. കൂടെ ഒരു മഹാനവറുകളെ പുറത്താക്കി. ആരെ? ഇബ്ലീസ്. ഇബ്ലീസ് എവിടെ ഇറങ്ങി? ഇബ്ലീസ് കൂടെ ഇറങ്ങി. ഇബ്ലീസ് എവിടെ ഇറങ്ങി? ഇബ്ലീസ് ജോർദാനിൽ ഇറങ്ങി. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം വന്നത് ഇന്ത്യയിലേക്കാണ്. ഇന്ത്യയിൽ വന്ന് 300 വർഷം ആദം നബി അല്ലാഹുവിനോട് തൗബ ചെയ്ത് കരഞ്ഞു. അല്ലാഹുവേ, റബ്ബനാ വലനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹുവേ, റബ്ബനാ വലനാ അൻഫുസനാ, ഞങ്ങൾ
തെറ്റുകൾ ചെയ്തു അല്ലാഹുവേ വൈലം തഗ്ഫിർലനാ നീ ഞങ്ങൾക്ക് പുറത്തു തന്നില്ലെങ്കിൽ വതർഹംനാ നീ ഞങ്ങളോട് കരുണ കാണിച്ചില്ലെങ്കിൽ ലനകൂനന്ന മിനൽ ഖാസിരീൻ ഞങ്ങൾ പരാജയപ്പെട്ടു പോകും അല്ലാഹുവേ 100 വർഷം ആദം നബി നിന്ന് കരഞ്ഞു 100 വർഷം ആദം നബി ഇരുന്ന് കരഞ്ഞു 100 വർഷം ആദം നബി കടന്ന് കരഞ്ഞു 300 വർഷം ആദം നബി കരഞ്ഞപ്പോ ആദം നബിയുടെ കണ്ണുനീരിൽ നിന്ന് 3 വൃക്ഷങ്ങൾ പൊട്ടി വളച്ചു വന്നു. ഒന്ന് ഊതുമരം, 2 സന്തരു ചന്ദനം, 3 ഇഞ്ചി. ഈ 3 ചെടികൾ ആദം നബിയുടെ കണ്ണുനീര് വീണ സ്ഥലത്ത് നിന്നാണ് പൊട്ടി വളച്ചത്. ലോകത്തിലെ ഏറ്റവും നല്ല ഊത് കിട്ടുന്നത് ആദം നബി 300 വർഷം കരഞ്ഞു. കണ്ണുനീര് വീണ സ്ഥലത്ത് 3 സസ്യങ്ങൾ പൊട്ടിമുളച്ചു വന്നു. ആദം നബിയുടെ കണ്ണുനീര് വീണ സ്ഥലത്ത് ഒന്ന് ഊത്. ലോകത്തിലെ ഏറ്റവും വലിയ ഊത് കിട്ടും. നല്ല ഊത് കിട്ടുന്നത് കൊടുക്കുന്നത് ഇന്ത്യയിൽ. ലോകത്തിലെ ഏറ്റവും നല്ല 2 ചന്ദനം ഏറ്റവും നല്ല ചന്ദനം ഇന്ത്യയിലേത്. ലോകത്തിലെ ഏറ്റവും നല്ല ഇഞ്ചി ഇന്ത്യയിലേത്. അപ്പൊ ആദം നബി കരഞ്ഞത് സമ്മതിച്ചല്ലോ. അപ്പൊ ആദം നബി കരഞ്ഞത് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്ന സൂറത്തുൽ നംലിൽ അതുകൊണ്ട് ഖുർആന്റെ ചരിത്രങ്ങൾ മുഴുവൻ വെറുതെ ചരിത്രങ്ങളല്ല, അത് നടന്ന സ്ഥലങ്ങൾ പോലും ഭൂപടത്തിൽ ചൂണ്ടിക്കാട്ടാൻ കഴിയുന്ന ഈ ചരിത്ര സംഭവങ്ങൾ പറയുമ്പോൾ അത് നടന്ന ചരിത്ര പശ്ചാത്തലങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ലോകത്തിന്റെ ഒരേ ഒരു വേദഗ്രന്ഥമേ അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. സുലൈമാൻ നബിക്കൊരു മരംകൊത്തി ഉണ്ടായിരുന്നു. ലോകം മുഴുവനും മടക്കി ഭരിക്കുന്ന സുലൈമാൻ നബിയുടെ മെസ്സഞ്ചറാണ് മരംകൊത്തി. രാവിലെ ആ മരംകൊത്തി പോകും, വൈകുന്നേരമാകുമ്പോ മരംകൊത്തി തിരിച്ചു വരും. അതേവരെ ആ നാട്ടിൽ നടക്കുന്ന മുഴുവൻ ന്യൂസും പറയുന്ന സുലൈമാൻ നബിയുടെ അൽ ജസീറയാണ് മരംകൊത്തി, സുലൈമാൻ നബിയുടെ BBC ആണ് മരംകൊത്തി, സുലൈമാൻ നബിയുടെ ഏഷ്യാനെറ്റ് ന്യൂസാണ് മരംകൊത്തി. മുഴുവൻ കൊടുമുടികളും പറഞ്ഞു നടന്ന് സർവ്വ രഹസ്യങ്ങളും കൊടുക്കുന്ന മരംകൊത്തി. ഖുർആൻ പറയാൻ ഒരു ദിവസം ഒരു സുന്ദരമായ കഥ. ഇതൊരു റൊമാന്റിക് ഭാവനയല്ല, ഇത് മേരി ഷെല്ലിയുടെ കഥയല്ല, ഇത് സാങ്കത്യമില്ല, തൈരിഹ്യമല്ല, ഇത് മിത്തല്ല, കഥനങ്ങളല്ല. ആ വൈകുന്നേരം തന്നെ മരംകൊത്തിയെ കാത്തു നിൽക്കുമ്പോ മരംകൊത്തി വന്നിട്ടില്ല. സുലൈമാൻ നബിക്ക് സന്ധ്യയായി, സുലൈമാൻ നബിക്ക് ദേഷ്യമായി. സുലൈമാൻ നബി പറഞ്ഞു, മരംകൊത്തി വരാത്തതെന്താ? لأعذبنه عذابا شديدا أو لأذبحنه أو ليأتيني بسلطان مبين. ആ മരംകൊത്തി ഇന്ന് വരട്ടെ, അവിടെ താമസിക്കുന്നതിന്റെ കാരണം എന്താണ്? ഇന്ന് ഞാൻ അവിടെ 100 അടിയടിക്കും, അതല്ലെങ്കിൽ ആ മരംകൊത്തി ഞാൻ അറുത്ത് മാറ്റി കളയും. സുലൈമാൻ നബി ദേശത്തോടെ പറഞ്ഞു. ചുരുക്കി പറയട്ടെ, ഖുർആന്റെ സാഹിത്യ ഭാഷയാണ്. തെല്ലും അമാന്തിച്ചില്ല. എന്റെ കഥ പറയുന്നത് പോലെ, പൊറ്റക്കാട് എഴുതുന്നത് പോലെ തെല്ലും അമാന്തിച്ചില്ല. ലോകത്തിലെ ഏറ്റവും വലിയ സാഹിത്യ സൃഷ്ടി ഖുർആനാണ്. ചെറുപ്പക്കാരാ, വൈക്കം മുഹമ്മദ് ബഷീർ നോവലിൽ നിന്ന് ഖുർആൻ പഠിച്ചിട്ടാണ്. വിക്ടർ ഹ്യൂഗോയുടെ പൂവേഴ്സ് എന്ന് പറയുന്ന നാടകം സൂറത്തുൽ ഗൾഫിലെ തോട്ടക്കാരന്റെ കഥയാണ്. വില്യം ഷേക്സ്പിയറിന്റെ മഹത്വാദകങ്ങൾ അല്ലാഹുവിന്റെ ഖുർആന്റെ വാക്യത്തിന്റെ പുനരാവിഷ്കാരമാണ്. പിന്നീട് ഒരു സദസ്സിന് ഞാൻ വിശദീകരിച്ചു പറയാം. ഇവിടെ പറയാം പ്രതിനിധിയുടെ സമയത്തിന്റെ. വൈക്കം മുഹമ്മദ് ബഷീർ സാഹിത്യം ഖുർആൻ പഠിച്ചിട്ടാണ്. വിക്ടർ ഹ്യൂഗോയുടെ ദ പൂവേഴ്സ് എന്ന് പറയുന്ന നാടകം സൂറത്തുൽ ഗൾഫിലെ തോട്ടക്കാരന്റെ കഥയാണ്. പിന്നെ ഒരു സദസ്സുണ്ടാവുന്ന അവിടെ വെച്ച് പറയാം. അത് തന്നെ പറഞ്ഞാൽ ചിലപ്പോൾ ഒരു വിലസത ഉണ്ടാവും. നമ്മളൊരു നാടന്മാരല്ലേ, നമുക്കെന്ത് അത് വിക്ടർ ഹ്യൂഗോ, നമുക്കെന്ത് മനസ്സ്, നമുക്ക് വിക്ടർ ഹ്യൂഗോ, നമുക്ക് തുറപ്പ സുഖേര് കുരുവി റസാക്കുന്നല്ലാതെ നമുക്കെന്ത് തുറപ്പ സുഖേര് വിക്ടർ ഹ്യൂഗോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഹുദുഹുദു വന്നു, താമസിച്ചു, മെസഞ്ചറായി താമസിച്ചു. ചുരുക്കി പറയാം, ഒരു ശാസ്ത്രം പറയാനും ഒരു കഥ പറയാനും രണ്ടും കൂടിയാണ് ഈ സീരിയലിൽ നിന്ന് നിങ്ങളൊന്ന് മാറാനും. ഖുർആൻ പറയുകയാണ്, നോവലിസ്റ്റ് പറയുകയെ, അവൻ വാതിലിൽ നോക്കി, തെല്ലും അമാന്തിച്ചില്ല. തെല്ലും കഴിഞ്ഞില്ല, ഹുദുഹുദു പാഞ്ഞു വന്നു. സുലൈമാൻ നബി അടിക്കാൻ ചാട്ടവാടെടുത്തപ്പോ ഹുദുഹുദു പറഞ്ഞു, എന്നെ അടിക്കല്ലേ, എന്നെ കൊല്ലല്ലേ, കൊല്ലാതിരുന്നാൽ ഇന്ന് ഞാൻ ഒരു നല്ല ന്യൂസുമായിട്ടാണ് വന്നിരിക്കുന്നത്, അത് നിങ്ങളോട് പറയാം. ഖുർആൻ സൂറത്തുൽ നംൽ, എന്നെ കൊല്ലാതിരുന്നാൽ ഞാൻ ഒരു ന്യൂസ് പറഞ്ഞുതരാം. ഭർത്താവിരിക്കുക, അടിക്കാതിരുന്ന അപ്പുറത്തൊരു കാര്യം എനിക്ക് പറയാനുണ്ട്. ആ സമയത്ത് ഹുദുഹുദ് പറഞ്ഞു, ഏ ബഹുമാനപ്പെട്ട സുലൈമാൻ നബിയെ,
ഞാൻ ഇന്ന് രാവിലെ മുതൽ പാറിപ്പറന്ന് നടന്നപ്പോ ആരും അറിയാതെ സഭ എന്ന് പറയുന്ന ഒരു ഫലഭൂയിഷ്ടമായ സമ്പൽ സമൃദ്ധമായ രാജ്യത്തിന് ഞാൻ പോയി. അവിടെ ചെന്നപ്പോ സുലൈമാൻ നബിയെ തന്നിരിക്കും ആ സഭ ഭരിക്കുന്നതിന് പെണ്ണാണ് സുലൈമാൻ നബിയെ. നിങ്ങൾ ലോകത്തിന്റെ ചക്രവർത്തിയാണെന്ന് പറയുമ്പോ നിങ്ങൾ അറിയാത്തൊരു നാട്ടിലൊരു പെണ്ണിരുന്ന് ഭരിക്കുകയാണ്. അവളുടെ പേര് ബൽക്കീസ് എന്നാണ്. സുലൈമാൻ നബിയെ മാത്രമല്ല, നിങ്ങളെ വെല്ലുന്ന ഒരു സിംഹാസനം ആ ബൽക്കീസിന് രത്നങ്ങളും മരതകങ്ങളും ഗോമേതകങ്ങളും പതിപ്പിച്ച ഒരു സുന്ദരമായ കസേരയുമുണ്ട്. ആ കസേരയിലാണ് ബൽക്കീസ് ഇരിക്കുന്നത്. ചുരുക്കി പറയട്ടെ, സുലൈമാൻ നബി അത്ഭുതപ്പെട്ടു പോയി. ഈ നാട് മുഴുവനും താൻ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോ അതിന്റെ ഇടയിൽ ഒരു പെണ്ണ് ഭരിക്കുകയോ? മന്ത്രിസഭ വിളിച്ചുപോയിട്ട് സുലൈമാൻ നബിയുടെ മന്ത്രിസഭയിലെ ജിന്നുകളുണ്ട്, മനുഷ്യരുണ്ട്, പക്ഷികളുണ്ട്, പറവകളുണ്ട്, എല്ലാം അടങ്ങുന്ന മന്ത്രിസഭ. സുലൈമാൻ നബി ചോദിച്ചു മന്ത്രിസഭയോട്, പുതുവരുന്നൊരു പുതിയ വിശേഷം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആരും അറിയാതെ ബൽക്കീസ് എന്ന പെണ്ണ് ഒരു അത്ഭുത സിംഹാസനത്തിൽ ഇരുന്ന് നാട് ഭരിക്കുന്നുണ്ട്. ഓ, ബൽക്കീസിന്റെ സിംഹാസനം ആരാണ് എന്റെ മുമ്പിൽ എത്രയും പെട്ടെന്ന് എത്തിച്ചു തരിക? 40 മാസത്തെ വഴി ദൂരമുണ്ട് ബൽക്കീസിലേക്ക് പോകാൻ, സഭയിലേക്ക് പോകാൻ. ആ സമയത്ത് ജിന്നുകളുടെ രാജാവായ ഇഫ്രീത്ത് എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു അത്രേ, കാല ഇഫ്രീത്തു മിനൽ ജിന്നി അനാ ആതീക ബിഹി ഖബല അൻ തഖൂമ മിൻ മഖാമിക. സുലൈമാൻ നബിയെ, അങ്ങിരിക്കുന്നിടത്ത് നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് 40 മാസം വഴി ദൂരമുള്ള സിംഹാസനം ഞാൻ അങ്ങയുടെ മുമ്പിൽ കൊണ്ടുവന്നതാം സുലൈമാൻ നബിയെ. സുലൈമാൻ നബി മന്ത്രിസഭ വിളിച്ചുകൂട്ടി. എല്ലാവരും ഉള്ള പ്രധാനമന്ത്രി, പ്രതിരോധ മന്ത്രി, മുഖ്യമന്ത്രി, മുക്കാത്ത മന്ത്രി, എല്ലാവരും ഉള്ള സദസ്. ജിന്നുണ്ട്, മനുഷ്യരുണ്ട്, പക്ഷിയുണ്ട്, പറവയുണ്ട്, എല്ലാം ഉണ്ട്. സുലൈമാൻ നബി ചോദിച്ചു, സൂറത്തിൽ നംലിന്റെ കഥയാ പെണ്ണെ, സൂറത്തിൽ നംല്. ആ സമയത്ത് സുലൈമാൻ നബി ചോദിച്ചു, അയ്യുക്കും ഞാൻ അറിയാതെ നാട് ഭരിക്കുന്ന ബിൽക്കീസ് ഇരിക്കുന്ന സിംഹാസനം എത്രയും പെട്ടെന്ന് എന്റെ മുമ്പിൽ കൊണ്ടുവന്നു തരാൻ ആർക്കാ കഴിയുക? ജിന്നുകളുടെ നേതാവായി ഇഫ്രീത്ത്. ജിന്നിനെ കണ്ടോട്ടെ, ജിന്നിനെ കണ്ട ആരെങ്കിലും ഉണ്ട്? ഒന്ന് കൈവക്കി. ജിന്നിനെ കണ്ട ആരെങ്കിലും ഉണ്ട്? കൈവക്കി. ഇല്ലേ? ഇല്ലേ? ജിന്നിനെ കണ്ടിട്ടുണ്ട്, പിശാചിനെ കണ്ടിട്ടുണ്ട്. ഇപ്പൊ ആണുങ്ങൾ ഒരു ഉസ്താദ് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുക. പെണ്ണുങ്ങൾ മുഴുവൻ കൈവക്കും പിശാച് എന്നാ ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. ജിന്നുകളുടെ നേതാവാണ് ഇഫ്രീത്ത്. ഇഫ്രീത്ത് പറഞ്ഞു, അന ആതീക ബിഹി ഖബല അൻ തഖൂമ മിൻ മഖാമിക. അങ്ങ് ഇരുന്നിടത്ത് എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഞാൻ കൊണ്ടുവരാം. സുലൈമാൻ പറഞ്ഞു, അല്ല, അതിനേക്കാൾ വേഗതയിലായിരിക്കും കൊണ്ടുവരും. അതിനേക്കാൾ വേഗതയിലായിരിക്കും ജിന്നിന് പറ്റാത്തത്. ആ സമയത്ത് സദസ്സ് നിശബ്ദമായി. ജിന്നുകൾക്ക് കഴിയാത്തത് ആർക്കാണ് കഴിയുക? ആ സമയത്താണ് നിശബ്ദമായ സദസ്സിൽ നിന്നൊരാൾ എഴുന്നേറ്റ് നിന്നു. ഖുർആൻ പറയട്ടെ, കാനല്ലദീ ഇൻദഹു ഇൽമുൻ മിനൽ കിതാബ് അന ആതീക ബിഹി ഖബല അൻ യർതദ്ദ ഇലൈക തർഫുക. അങ്ങയുടെ കണ്ണടച്ച് ചിമ്മി തുറക്കുന്നതിന് മുമ്പ് ആ സിംഹാസനം ഞാൻ കൊണ്ടുവരാമെന്ന് തൗറാത്തിൽ അഗാധ പ്രാവീണ്യമുള്ള ഒരു മനുഷ്യൻ പറഞ്ഞു, അങ്ങയുടെ കണ്ണടച്ച് ചിമ്മി തുറക്കുന്നതിന് മുമ്പ് ഞാൻ അങ്ങേക്ക് ആ സിംഹാസനം മുമ്പിലെത്തിക്കാൻ നബിയേ. എന്നിട്ട് ആകാശത്തേക്ക് നോക്കി ആ സിംഹിനെ പറയുകയാ ഒരു ദിക്റില്ലേ, അല്ലാഹുവേ യാ ഹയ്യു യാ ഖയ്യൂം യാ ഹയ്യു യാ ഖയ്യൂം. ആ ദിക്റ് ചൊല്ലേണ്ട താമസം 40 മാസത്തിന്റെ വഴിദൂരം അകലെയുള്ള ബിൽക്കീസിന്റെ സിംഹാസനം സുലൈമാൻ നബിയുടെ മുറ്റത്ത് വന്നു നിന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. സിംഹാസനം പാഞ്ഞ് സുലൈമാൻ നബിയുടെ മുമ്പിലെത്തി. ആസിബിന് ബർഖയ പറഞ്ഞത്, ഞാൻ കൊണ്ടുവന്നു തരാം. ഖബല അൻ യർതദ്ദ ഇലൈക തർഫുക. അങ്ങയുടെ കണ്ണ് അടച്ച് തുറക്കുന്നതിന് മുമ്പ്. കണ്ണടച്ച് തുറക്കുന്നത് കണ്ണ് ഇങ്ങോട്ട് നോക്ക് മനുഷ്യന്മാരെ, ചുമ്മാ കഥ കേൾക്കാതെ. ഞാൻ ശാസ്ത്രം പറയാനാ പറഞ്ഞത്. കണ്ണടച്ച് തുറക്കാത്ത സമയം കാണും. ഒരു സെക്കൻഡ് കണ്ണൊന്ന് അടക്കി തുറക്ക്. എത്ര
മനുഷ്യന്മാരെ എത്ര ഒരു സെക്കൻഡ് കബിലയിലേക്ക് തറക്കുക കണ്ണടച്ച് ചിമ്മി തുറക്കുന്നതിന് മുമ്പ്. അപ്പോ സംഭവിച്ചല്ലോ. ഖുർആൻ കബിലയെ കണ്ണടച്ച് ചിമ്മി തുറക്കാൻ ഒരു സെക്കൻഡ്, കണ്ണടച്ച് ചിമ്മി തുറക്കുന്നതിന് മുമ്പ് സെക്കൻഡിനെ വിഭജിക്കാമെന്ന് ശാസ്ത്രം കണ്ടുപിടിക്കുന്നത് 20-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലാണ്. സെക്കൻഡിനെ വിഭജിക്കാമെന്ന് സുലൈമാൻ നബിയുടെ കൊട്ടാരത്തിൽ ഒരു മനുഷ്യൻ പറയുന്നത് BC 1050-ലാണ്. ഖുർആൻ BC 1050 കഥ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട മുത്തല്ലിമീങ്ങളെ, ഹാഫിളീങ്ങളെ, നിങ്ങൾ എഞ്ചിനീയറിംഗ് നഷ്ടപ്പെട്ട പൊട്ടനല്ല. ഖുർആൻ മനഃപാഠമാക്കിയ ഹാഫിളാരാ, ആലിമാരാ. അവൻ എഞ്ചിനീയറിംഗ് പഠിച്ചില്ലല്ലോ, അവൻ MBBS പഠിച്ചിട്ടില്ലല്ലോ, അവര് PhD ഇല്ലല്ലോ. മൊയ്യാക്കന്മാര് ദുനിയാവ് പോയവരാണ്. അല്ല, മൊയ്യാരാരെന്നറിയോ? അവൻ സെക്കൻഡിനെ വിഭജിക്കാമെന്ന് പഠിച്ച ഏറ്റവും വലിയ ശാസ്ത്രഗ്രന്ഥം കാണാതെ പഠിച്ചവനാണ് ഹാഫിള്. അതുകൊണ്ട് സഹോദരങ്ങളെ, ദുനിയാവ് നഷ്ടപ്പെട്ടിട്ടില്ല. എന്റെ പെങ്ങളെ ഖുർആൻ പഠിക്കുന്നില്ല. മഹാഭാരതത്തിൽ സീരിയൽ ടിവിയിൽ കാണുമ്പോ കൗരവരുടെ കൊട്ടാരത്തിലേക്ക് പാണ്ഡവര് വന്നു. സ്ഫടികത്തിന്റെ താഴെ അരുവി വിടുകയാണ്, അരുവിയുടെ മുകളിൽ സ്ഫടികം വെച്ചിരിക്കുകയാണ്. പഞ്ചപാണ്ഡവര് വന്നിട്ട് അതിന്റെ താഴെ ഗ്ലാസ് കിടക്കുന്നത് കണ്ടില്ല. അരുവിയാന്ന് കരുതിയിട്ടവര് മുണ്ടിങ്ങനെ പൊക്കിയിട്ട് അതിന്റെ മുകളിലേക്ക് ചവിട്ടാൻ പോയപ്പോ അർജുനനോട് കൃഷ്ണനാണ് പറഞ്ഞത്, അർജുനായത് അരുവിയല്ല, അത് ഗ്ലാസിന്റെ താഴെ കൂടെ വെള്ളമെടുക്കുന്നതാണ്, അതിന്റെ മുകളിലെ ഗ്ലാസ് ഉണ്ട് അർജുന. ഇത് കണ്ട മേത്തച്ചി പെണ്ണ് അത്ഭുതത്തോടെ നോക്കി നിന്നു. റബ്ബേ, ഇതെന്തോ അത്ഭുതമാണ്, ഇതെന്തോ അത്ഭുതമാണ്. പെങ്ങളെ, സൂറത്തിന്റെ നംലോട് ബിൽഖീസ് സുലൈമാൻ നബിയുടെ കൊട്ടാരത്തിൽ വന്നു. കൊട്ടാരത്തിന്റെ മുമ്പിലെത്തിയപ്പോ അതിന്റെ താഴെ കൂടെ അരുവിയൊടുകുന്നു. മുകളിൽ സ്ഫടികം വെച്ചിട്ടുണ്ട് സുലൈമാൻ നബിയുടെ കൊട്ടാരത്ത്. ബിൽഖീസ് അതിലേക്ക് കാലെടുത്ത് വെച്ചപ്പോ ഖുർആൻ പറയുകയാണ്, തന്റെ കണങ്കാലിന്റെ മുകളിലേക്ക് സാരി പൊക്കി അപ്പുറത്ത് നിന്നിട്ട് സുലൈമാൻ നബി പറഞ്ഞു, ഇത് അരുവിയല്ല, സ്ഫടികമാണ്, ബിൽഖീസേ ചവിട്ടിക്കൊള്ളുക. ഇത് അവർക്ക് അറിവ് കണ്ടപ്പോൾ അത്ഭുതമായിട്ട് തോന്നിയത്. ഖുർആൻ ഇന്ന് അവര് ബൽക്കീസ് സുലൈമാൻ നബിയുടെ കൊട്ടാരത്തിലെത്തി. ഫ്രണ്ടിൽ ഗ്ലാസ്, താഴെ അരുവി. ബൽക്കീസ് വലിക്കും ഇത് അരുവിയാണ്. അവളുടെ കണ്ണും കാലും മുകളിലിട്ട് അവള് സാരി പൊക്കി. അന്ന് സാരി ഉണ്ടായിരുന്നൊന്നും ചോദിക്കരുത്, അവൾ ഉടുത്തിരുന്ന എന്തോ ഒരു സുനാപ്പി പൊക്കി. ഇതിന് നല്ല വലിയ ബുദ്ധിമാന്മാരുണ്ടോ? സാരി പൊക്കി, സാരി ഉണ്ടായിരുന്നു. അങ്ങനത്തെ കുറെ ബുദ്ധിമുട്ടുകളുണ്ട്. അവിടെ ഞാൻ പറഞ്ഞ അന്ന് അവൾ ഉടുത്തിരുന്ന എന്തോ ഒരു സുനാപ്പി അതങ്ങനത്തെ പൊക്കി. അവളെ കണങ്കാലിന്റെ മുകളിലേക്ക് പൊക്കി. എന്റെ പൊന്നു ചെറുപ്പക്കാരാ, ഈ ഖുർആൻ ഇങ്ങനെ ലോകത്തിന്റെ മുമ്പിൽ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പറ്റുമോ? ഇത് ഖുർആന്റെ ചെറിയ വിവരണമാണ്. കഥയും കഥനവും ഐതിഹ്യവും മിത്തും ശാസ്ത്രവും വൈദ്യശാസ്ത്രവും സർവ്വതും ഖുർആൻ പറഞ്ഞ് നമ്മൾ പഠിച്ചു. അതോടൊപ്പം തന്നെ ഖുർആൻ ഏറ്റവും വലിയ അത്ഭുതമായത്, നന്നായിട്ട് ഇതിന്റെ പരിസമാപ്തി ഞാൻ കുറിക്കാം. ഖുർആൻ അത്ഭുതമായത് ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ കിരാതരായ മനുഷ്യന്റെ ഹൃദയത്തിലേക്ക്, ഞാൻ പറഞ്ഞല്ലോ, കൊല്ലാൻ വന്ന ഫുലാല, തല മണ്ണിൽ തുൽപ്പിച്ചിട്ട് അങ്ങോട്ട് പോയപ്പോ വ്യഭിചരിച്ചിട്ട് പോയ ഫുലാല തിരിച്ചു പോകുമ്പോൾ ഫുലാല മുസ്ലിമായി ഇനി വ്യഭിചരിക്കില്ല എന്ന് പറയാൻ ഒരു ഗ്രന്ഥത്തിന് കഴിയുന്നെങ്കിൽ ഇന്നിവിടെ നടക്കുന്ന ദൗത്യം അതാണ്. ഖുർആനിലെ ഏറ്റവും വലിയ പേടിപ്പെടുത്തുന്ന ആയത്ത്, കീഴ്പ്പെടുത്തുന്ന മക്കയിലെ ഏറ്റവും വലിയ കുഫാറുകൾ, അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പോലെ തന്നെ പള്ളിയിലെ മുസ്ലിയാർ പരീക്ഷയ്ക്കെതിരെ പറഞ്ഞാൽ പിറ്റേ ദിവസം രാജി ഓർക്കും, ഒന്ന് രാജി വെപ്പിക്കും അല്ലെങ്കിൽ വെക്കും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉസ്താദിനെ ഞങ്ങൾ പിരിച്ചുവിടില്ല. ഉസ്താദിനെ കമ്മിറ്റിക്കാർ പറയും പിരിച്ചുവിടില്ല, ഉസ്താദ് തന്നെ പിരിഞ്ഞോളൂ, പരമാവധി ഉസ്താദ് തന്നെ പിരിഞ്ഞോളൂ. സഹോദരങ്ങളെ, ലോക ചരിത്രത്തിൽ ഏറ്റവും ക്രൂരന്മാരായ ആളുകൾ അവരുടെ മുമ്പിലേക്ക് ഖുർആൻ ഇറങ്ങിയപ്പോൾ അവര് പിന്നീട് ആരായി മാറി? യഥാർത്ഥത്തിൽ സഹാബാക്കളുടെ കൂടെ ഒരു MBBS-കാരൻ ഉണ്ടോ? ഒരു PhD-കാരനുണ്ടോ? ഇല്ലല്ലോ. യഥാർത്ഥത്തിൽ സഹാബത്ത് മന്ദബുദ്ധികളുണ്ട്. ഇതൊന്നും തോന്നരുത്. സഹാബത്തിൽ ഒന്നും അറിയാത്ത പച്ചപ്പെട്ടന്മാരുണ്ടാവും. ഖുർആൻ ആയത്തിറങ്ങി കറുത്ത നൂലിൽ നിന്ന് വെറുത്ത നൂല് വേർപെട്ട് വരുന്നത് വരെ നിങ്ങൾ ഇടയത്താഴം കഴിച്ചോളൂ.
ഖുർആൻ ഒരു സാഹിത്യമാണ്. കറുത്ത നൂലിൽ നിന്ന് വെളുത്ത നൂല് വേർപെടുന്നത് വരെ നിങ്ങൾ ഇടയത്താഴം കഴിച്ചോളുക. ഒരു സഹാബി ആയത്തിറങ്ങിയ ഉടനെ ഉക്കാല ചന്തയിൽ ഒരു കറുത്ത നൂല് വെളുത്ത നൂല് വാങ്ങിച്ചു തന്റെ പായുടെ അടിയിൽ വെച്ച് ഈത്തപ്പഴത്തിന്റെ കൊട്ടയിൽ വെച്ചിട്ട് തിന്നാൻ തുടങ്ങി. ഓരോ സമയത്തും പായ് പൊക്ക് നോക്കും, കറുത്ത നൂലിന് വെളുത്ത നൂല് വെളിവായി വന്നില്ല. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. കിഴക്കൻ ചക്രവാളത്തിൽ കറുത്ത മേഘം മാറി വെളുത്ത മേഘം വരുന്നത് വരെ എന്നാണ് അർത്ഥം. അതിന് നൂലിനെ ഉപമിച്ചതേ ഉള്ളൂ. ഈ സഹാബി തിന്നു, പള്ളിയിൽ വാങ്ങ് വിളിച്ചു, നൂലുമായിട്ട് ഹദറത്ത് റസൂലില്ല. നബിയെ, ഞാൻ നൂലും വെച്ച് നോക്കിക്കൊണ്ട് ആയത്ത് നോക്കിയിട്ട് ഭക്ഷണം തിന്നു നബിയെ, കറുത്ത നൂലിന് വെളുത്ത നൂലിന് ഒരു വെളിവായില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചോണ്ട് ചോദിച്ചു, നീ ഇത്രയ്ക്ക് വലിയ പമ്പര വിട്ടിയായല്ലോ സഹാബി. അത്രയ്ക്ക് വലിയ വിവരം അവർക്കുണ്ടായിരുന്നില്ല. അവരോടാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ഇല്ല, നാളെ പരലോകമുണ്ട്, മരണാനന്തരം ഒരു ജീവിതമുണ്ട്, ഈ രാത്രിയും ശാശ്വതമല്ല, മദ്യപാനത്തോട് വിട പറയണമെന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ കഅബാലയത്തിന്റെ മത്താബിലിരുന്ന് ഖുർആൻ ഓതിയപ്പോ പ്രവാചകനെ പരിഹസിച്ചുകൊണ്ട് കഅബാലയത്തിന്റെ മത്താബിലിരുന്ന് വെല്ലുവിളിച്ച ആളുകളുടെ നേരെയാണ് അല്ലാഹുവിന്റെ ഖുർആനിലെ ഏറ്റവും പേടിപ്പെടുത്തുന്ന ആയത്തിറങ്ങിയത്. അല്ലാഹുവിന്റെ റസൂൽ ഖുർആൻ ഓതി കിടക്കുമ്പോ കഅബാലയത്തിന്റെ മത്താബിൽ നിന്നിട്ട് ആ നാട്ടിലെ ചെറുപ്പക്കാര് പരിഹസിച്ചു അത്രേ, അഹിയാനൻ നജുറു ഇലാ അഖീനാ ഇദാ ലം യജുറു ബിഹി ഇല്ലാ ഖാനാ, അഹിയാനൻ നജുറു ഇലാ അഖീനാ ഇദാ ലം യജുറു ബിഹി ഇല്ലാ ഖാനാ. അല്ലാഹുവിന്റെ റസൂലിനെ കളിയാക്കിയിട്ട് പറഞ്ഞു, മുഹമ്മദേ, ഈ ഞങ്ങളെ ഉപദേശിക്കാനോ ഖബറിനെ കുറിച്ച് പറഞ്ഞ് പേടിപ്പെടുത്താനോ ആഖിറത്തെ പറഞ്ഞ് ഞങ്ങളെ പരിഭ്രാന്തിക്കാനോ ഞങ്ങൾ ആരെന്നറിയോ മുഹമ്മദേ? ഒരുത്തം പറയുകയാണ്, എനിക്ക് വ്യഭിചരിക്കാതെ കിടന്നാലിറക്കം വരില്ല, രാവിലെ മുതൽ വൈകുന്നേരം വരെ വ്യഭിചരിക്കാൻ ഒരാളെ കിട്ടാതെ നിരാശയോടെ രാത്രിയിൽ ഞാൻ തിരിച്ചു പോകുമ്പോ ഇന്നെനിക്ക് വ്യഭിചരിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ദുഃഖിച്ചു പോകുമ്പോ ആ സമയത്താണ് എന്റെ സഹോദരന്റെ ഭാര്യയെ കണ്ടത്. അവളുമായിട്ട് ഞാൻ ഇന്ന് വ്യഭിചരിച്ചെന്ന് പരസ്യമായിട്ട് കഅബാലയത്തിന്റെ മത്താബിൽ വിളിച്ചു പറഞ്ഞ ആ സമയത്താണ് മറ്റൊരു ചെറുപ്പക്കാരൻ പറഞ്ഞത്, ഇതാലും എന്റെ ജോലി വഴിയരികിലൂടെ നടന്നു പോകുന്ന ആളുകള് പാലക്കത്തിന്റെ പുറകിൽ ഒളിച്ചിരുന്നിട്ട് അവരെ പിടിച്ചു നിർത്തി തല കൊയ്തെടുക്കലാ. അങ്ങനെ ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ എന്റെ ഇലയെ കാത്തിരുന്നു. അവസാനം ഒരാളെ പോലും കാണാതെ മൂവന്തി നേരമായപ്പോ കള്ള് ഷാപ്പിൽ കൂട്ടുകാർ ഒരുമിച്ച് കൂടുന്ന നേരത്ത് ഒരു തുള്ളി പൈസ ഇല്ലാതെ എന്റെ വാളുറയിലോട്ടിടാൻ പോയപ്പോ ഇന്നൊരു രക്തത്തിന്റെ സ്പർശനമില്ലാതെ എന്റെ വാളുറയിലിടണമല്ലോ നോക്കിട്ട് ഉറയിലോട്ടിടാൻ പോയപ്പോഴാണ് എതിർഭാഗത്തൂടി മനുഷ്യൻ വരുന്നത് കണ്ടത്. ആ മനുഷ്യൻ എന്റെ പിതാവായിരുന്നു. എന്റെ മുന്നിലൂടെ വന്ന പിതാവിനെ പിടിച്ചു നിർത്തിയിട്ട് അന്നൊരു ദിവസം എന്റെ വാളിന്റെ രക്തത്തിന്റെ മോഹം തീർക്കാൻ എന്റെ പിതാവിന്റെ കരുത്ത് ഞാൻ വെട്ടിയെറിഞ്ഞിട്ട് എന്റെ ഉപ്പയുടെ മനുഷ്യന്റെ പൈസ എടുത്തിട്ട് മദ്യപിച്ചെന്ന് കൈവാലയത്തിന്റെ മത്താബിൽ നിന്നിട്ട് ലോകം ഇതേവരെ കേൾക്കാത്ത ക്രൂരത വിളിച്ചു പറഞ്ഞിട്ട് ഞങ്ങളാണ് വലിയവരെന്ന് അഭിമാനിച്ചിരുന്ന മക്കാ ഖുറൈശികളുടെ നേരെയാണ് ഖുർആനിലെ ഏറ്റവും പേടിപ്പെടുത്തുന്ന ആയത്തിറങ്ങിയത്. ഹബീബായ നബിക്ക് ആയത്തിറങ്ങി നബിയെ അവരോട് പറഞ്ഞു കൊടുക്ക നബിയെ, അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുൽ മകാബിർ കല്ലാ സൗഫ തഅലമൂന തുമ്മ കല്ലാ സൗഫ തഅലമൂൻ. അവരോട് ചോദിക്ക നബിയെ, ഏതുവരെയാണ് ഈ അഹങ്കാരം? ഏതുവരെയാണ് നിങ്ങളുടെ സമ്പത്ത്? ഏതുവരെയാണ് നിങ്ങളുടെ വാപ്പോര്? അൽഹാകുമുത് തകാസുർ, ഇത്ര അഹങ്കരിക്കാൻ നീ ആരടാ തമ്മാടി? ഹത്താ സുർതുൽ മകാബിർ, ഏതുവരെയാണ് നിന്റെ ഈ സമ്പത്ത് ഉപയോഗപ്പെടുക? ഏതുവരെയാണ് നിന്റെ അധികാരം പ്രയോജനപ്പെടുക? ഹത്താ സുർതുൽ മകാബിർ, പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി അടക്കുന്നത് വരെ, പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി 3 കഫൻ തുണിയിൽ പൊതിഞ്ഞിട്ട് നിന്നെ മലത്തിൽ കിടത്തുന്നത് വരെ, നിന്റെ മുകളിലേക്ക് മണ്ണ് വന്ന് വീടുന്നത് വരെ. സഹോദരങ്ങളെ, അവസാനിപ്പിക്കുകയാണ് ഞാൻ. ഖുർആനിലെ ഏറ്റവും പേടിപ്പെടുത്തുന്ന ആയത്തിറങ്ങിയത് ഇവിടെയാണ്. അത്ഭുതത്തിന്റെ മഹാത്ഭുതം, പരിവർത്തനത്തിന്റെ മഹാത്ഭുതം. സഹോദരങ്ങളെ, പരിശുദ്ധിയുടെ പര്യായമായി എടാ പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി അടക്കുന്നത് വരെയല്ലേയുള്ളൂ. പള്ളിക്കാട്ടിൽ പോകില്ലേ സഹോദരങ്ങളെ? ഉച്ചനേനാക്ക പകരേ ദിയേ കഫൻ
रो चुकी है सब मिलकर माँ बाप भाई बहन. സാധാരണ കുളിച്ചിട്ടാണ് ഞാൻ വസ്ത്രം മാറ്റുന്നത്. ഇന്ന് കുളിക്കുന്നതിന് മുമ്പേ ഇവരെന്റെ വസ്ത്രമങ്ങ് മാറ്റിക്കളഞ്ഞു, എന്നെ കഫൻ തുണി പുടവിച്ചു. ഞാൻ നോക്കുന്നത് എന്താണ്? എന്റെ ഭായി എന്റെ സഹോദരൻ, ബഹൻ എന്റെ സഹോദരി, മാമന്റെ ഉമ്മ, ബാപ്പന്റെ ബാപ്പ എന്റെ മയ്യത്തിന്റെ ചുറ്റുമിരുന്നിട്ട് പൊട്ടിക്കരയുന്നുണ്ട്. പൊന്നുമോനെ പോയല്ലോടാ, എന്റെ ഉമ്മ പൊട്ടിക്കരയുന്നുണ്ട്. കൺമണിയെ പോയല്ലോ. ക്ഷമ വിട്ട ഉമ്മയും പൊന്നുമകനെ എന്നെ കൈവിട്ടു പോയോ കാണലെന്നാ നിന്നെ. എന്റെ പൊന്നുമക്കൾ എന്റെ മയ്യത്തിന് കെട്ടിപ്പിടിച്ച് നിലവിളിക്കുന്നുണ്ട്. അരിമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ, കൈകെട്ടി വിണ്ടാണെന്നു നീ കിടക്കുന്നേ. എന്റെ 8 വയസ്സുകാരനും എന്റെ 5 വയസ്സുകാരനും കൊണ്ട് തീരാ കണ്ണ് കൊതി തീരാത്ത 5 മാസം പ്രായമുള്ള എന്റെ പൊന്നുമോള് എല്ലാവരും കരഞ്ഞ് പറയാതെ എന്റെ ഭയത്തിന് കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇങ്ങനെ ഒരു ദിവസം വരാനുണ്ട്. മയ്യത്തിന് കെട്ടിപ്പിടിച്ചു മക്കളെ കരയുമ്പോ, ആ സമയത്ത് വീടിന്റെ ഉമ്മറപ്പടിയിൽ മറഞ്ഞു കിടക്കുമ്പോ സ്വന്തം മക്കളോട് പറയാൻ കഴിയണം, മക്കളെ ഉപ്പക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഉപ്പ നിങ്ങൾക്ക് വേണ്ടി കോടികൾ ഉണ്ടാക്കേണ്ട പൈസ കൊണ്ട് ഉപ്പ ഹാഫിളീങ്ങളായ മക്കളെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഉപ്പ മണലാരണ്യത്തിലുണ്ടാക്കിയ പൈസ കൊണ്ട് ഉപ്പ ഖുർആൻ മനഃപാഠമാക്കിയ ഹാഫിളീങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഉപ്പയുടെ മയ്യത്തിന്റെ ചുവട്ടിൽ ഇരുന്നിട്ട് ഈ ഹാഫിളീങ്ങൾ ദുആ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മക്കളെ കരയണ്ട, ഉപ്പയ്ക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയാൻ കഴിയുന്ന ഒരു ആത്മാവുണ്ടാവണം. അതിനുവേണ്ടിയാണ് ഫിറോസ് ഖാൻ സാഹിബ് അദ്ദേഹത്തിന്റെ വരുമാനം കൊടുത്തിട്ട് ഹിഫ്ദുൽ ഖുർആൻ നടത്തുക. ലാഭമല്ലേ സഹോദരങ്ങളെ, ലാഭമല്ലേ? മാസം 50,000 രൂപ ചെലവുണ്ട്. 10 മാസം മാറ്റിവെച്ചാൽ 5 ലക്ഷമായി. അദ്ദേഹത്തിന്റെ മക്കളുടെയും ഭാര്യയുടെയും പേരില് ഒരു 10 സെന്റ് സ്ഥലം ഇവിടെ മേടിച്ചു വെക്കാം. നിങ്ങൾ പറയും ബുദ്ധിമാൻ. പക്ഷേ ചെയ്യുന്ന കച്ചവടത്തിലേറ്റവും നല്ലതാ റബ്ബിന്റെ ആജ്ഞ കൊത്തു നീ നടക്കുന്നതാ. ഏറ്റവും നല്ല കച്ചവടം ഈ കച്ചവടമാണ്. കാരണം ഖബറിലേക്ക് പോകുന്ന സമയത്ത്, ആരുമില്ലാത്ത സമയത്ത്, ഖബറിന്റെ ആഴം സ്നേഹിതാ നീ നോക്ക്, അതിൽ നിന്നെ മെല്ലെ ഇറക്കലും ഒന്നോർക്ക്. പിടിമണ്ണ് മാറിയിട്ടു മീതായെന്നിട്ട് എല്ലാവരും പോയി. പിന്നെ ആണ്ടതിക്കൊരു പ്രാവശ്യമാണ് വാപ്പയുടെ ഖബർ കാണുക. പക്ഷേ യഹ്യാ ഖാൻ വലിയ ഭാഗ്യവാനാണ്. ഖബറിലിട്ടിട്ട് ആരും പറഞ്ഞില്ല. ഉപ്പയും സഹോദരങ്ങളും തിരിച്ചു വന്നു. കൂടപ്പറപ്പ് പോയി. കണ്ടു കൊതി തീർന്നില്ല, മിണ്ടിപ്പൂതി തീർന്നില്ല, ഭാര്യയ്ക്ക് കണ്ടനുഭൂതി തീർന്നില്ല. ഗർഭത്തെ ശിശുവായ സുൽത്താൻ എന്ന പൊന്നുമോൻ ഉപ്പയുടെ മുഖം കണ്ടില്ല. പക്ഷെ കാണാൻ കഴിയും സഹോദരങ്ങളെ, ആ പൊന്നുമോൻ ഉപ്പയെ കാണുന്നവരിലെന്നും ഖുർആൻ തന്നെ പറയുന്നുണ്ട്, والذين آمنوا واتبعتهم ذريتهم بإيمان ألحقنا بهم ذريتهم وما ألتناهم من عملهم من شيء كل امرئ بما كسب رهين. സ്വർഗത്തിന്റെ സ്വർണ്ണക്കട്ടിലിൽ വാപ്പയും ഉമ്മയും ദുരിയത്തും അവരുടെ മക്കളും സ്വർണ്ണക്കട്ടിലിൽ നിൽക്കുമ്പോ ഉപ്പയുടെ മുഖം കാണാത്ത സുൽത്താൻ എന്ന മോൻ ഉപ്പയോട് പറയും, ഉപ്പ മരിച്ചതിന് ശേഷമുള്ള ദുനിയാവിലെ വിശേഷങ്ങളെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു അങ്ങനെ ഒരു കുടുംബമാക്കി തീർക്കട്ടെ. ഭാര്യയും മക്കളും വന്നു, ഉപ്പയും സഹോദരങ്ങളും വന്നു. സഹോദരൻ ഖബറിനുള്ളിലായി മീസാങ്കലിൽ വെച്ചു ആണ്ടലതിക്കല്ല. ഇനി ആ സ്വത്തിൽ നിന്ന് ആ മനുഷ്യനോ ഒരു പള്ളി വെച്ചിട്ട് ഫില്ലർ പൂർത്തിയാകുന്നതിന് മുമ്പെയാണ് ആ മനുഷ്യൻ ഖബറിലേക്ക് പോയത്. ആ മനുഷ്യനെ നഷ്ടപ്പെട്ടിട്ടില്ല. അയാൾ ലോകത്തിലെ ഏറ്റവും വലിയ ലാഭക്കച്ചവടം ചെയ്ത ആളാ. അവര് തീരുമാനിച്ചു, ഇനി എന്ത് വേണം, ഒരു ദറസ് നടത്തുക. കലൂർ അബ്ദുറഹീം ഉസ്താദിന്റെ അടുക്കൽ പോയി. ദറസ് നടത്താനുള്ള സ്ഥലമില്ല. അദ്ദേഹത്തിന്റെ ശിഷ്യൻ സഫീർ ഖാൻ മന്നാനെ വിളിച്ചു, ചുമതല ഏൽപ്പിച്ചു. 4 വർഷം കഴിഞ്ഞു. അവിടെ ഇരുന്നിട്ട് പിന്നീട് 24 മണിക്കൂർ ഖുർആനായി. മോനെ മറന്നില്ലല്ലോ, ഇതുപോലെ ജീവിത കാലമില്ലൊരു കൊണ്ട് കണ്ടിട്ടുമുണ്ടോ ഇതിനു മുമ്പും പണ്ട്. ആ ചെറിയ കുണ്ടിന്റെ ഉള്ളിൽ
സ്വർഗത്തിന്റെ പുതപ്പ് പുതയ്ക്കാൻ തങ്ങളുടെ സഹോദരന് വേണ്ടി, ഭർത്താവിന് വേണ്ടി, മകന് വേണ്ടി ഒരു കുടുംബം അർപ്പിച്ചു. ആ അർപ്പിച്ച അർപ്പണമാണ് യഹിയാ ഖാൻ മെമ്മോറിയൽ ഹിഫ്ദുൽ ഖുർആൻ. അല്ലാഹു അതിനെ സ്വീകരിക്കട്ടെ, അല്ലാഹു അതിനെ സ്വീകരിക്കട്ടെ. ആ മനുഷ്യൻ കബറിൽ കിടക്കുമ്പോ ഒരു വെളിച്ചം വരും. ഈ വെളിച്ചമേടാ അന സാഹിബുക്കൽ ഖുർആൻ, ഞാൻ നിന്റെ കൂട്ടുകാരനായ ഖുർആനാണെന്ന് കബറിൽ അത് വിളിച്ചു പറയുമെന്ന് വിശുദ്ധനായ നബി മുഹമ്മദ് മുസ്തഫ. നഷ്ടമല്ല ഇതിൽ വലിയൊരു ലാഭം ലോകത്ത് ചെയ്യണം. ആ മരിച്ച സഹോദരങ്ങളെ, ആ മനുഷ്യൻ മരിച്ചിട്ടില്ല. യഹിയാ ഖാൻ എന്ന മനുഷ്യന്റെ ശരീരമാണ് കബറിനുള്ളിൽ പോയത്. റൂഹിലാണ്. ഏഴാം ആകാശത്തിന്റെ മുകളിലിരുന്ന് ആ റൂഹിന്റെ ശക്തി കൊണ്ട് കാണുന്നുണ്ട് ഈ സദസ്സ്. ഉറപ്പാണ്, ഉറപ്പാണ്, ഉറപ്പാണ്. വൻദോഷത്തിന്റെ വണ്ടിയുമായി നരകത്തിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി അബൂ ഹുറൈറ റളിയല്ലാഹു തആല സുബഹി നമസ്കാരം കഴിഞ്ഞ് എഴുന്നേറ്റു. കുപ്പായത്തിൽ പിടിച്ചു വലിച്ചിരുത്തി, അബൂ ഹുറൈറ, നിന്നോട് ഞാനൊരു കാര്യം പറഞ്ഞു തരട്ടെ അബൂ ഹുറൈറ. എന്താണ് നബിയേ? സ്വർഗത്തിന്റെ നരകത്തിന്റെ മുമ്പിൽ ഒരു വാപ്പയും ഉമ്മയും വന്ന് നിൽക്കും. എന്നിട്ട് ആ വാപ്പയും ഉമ്മയും അത്ര തക്കവയുള്ളവരല്ല, പക്ഷെ അവരുടെ മകൻ ഹാഫിളാണ്. ആ ഉപ്പയും ഉമ്മയും നരകത്തിലേക്ക് അള്ള വിടും. ഈ മകൻ പക്ഷേ സ്വർഗത്തിന് പോവില്ല. അവൻ ഹാഫിളാണ്, സ്വർഗത്തിന് പോവില്ല. മലക്കുകൾ ചോദിക്കും, നീ എന്താ സ്വർഗത്തിന് പോകാത്തതെന്താ? ഞാൻ പോവില്ല, എന്റെ ഉപ്പയും ഉമ്മയും നരകത്തിലേക്ക് നിൽക്കുകയാണ്. ആ സമയത്ത് ഹാഫിളായ പൊന്നുമോൻ നരകത്തിന്റെ മുമ്പിലുള്ള പടിയിൽ ഇങ്ങനെ കറങ്ങി നടക്കും. എന്നിട്ട് അവന്റെ ഉപ്പയുടെ ഉമ്മയുടെ കയ്യിൽ പിടിച്ച് അവൻ സ്വർഗത്തിലേക്ക് വലിച്ചിടും. അല്ലാഹുവേ, ഇവരാണ് എന്നെ ഹാഫിളാക്കിയത്, ഈ ഉമ്മയാണ് എന്നെ ഹാഫിളാക്കിയത്, ഇവരാണ് എന്നെ ഹാഫിളാക്കാൻ വിട്ടത്. അവരില്ലാതെ ഞാൻ പോകില്ല റബ്ബേ. ഒരു ഹാഫിളിന് 40 പേരെ സ്വർഗത്തിലേക്ക് ശുപാർശ ചെയ്യാം. അതൊന്ന് എന്റെ ഉപ്പയാണ്, രണ്ടാമത് എന്റെ ഉമ്മയാന്ന് പറഞ്ഞ് കൈ പിടിച്ച് സ്വർഗത്തിലേക്ക് വലിച്ചിട്ടിട്ട് ആ മക്കള് സ്വർഗത്തിലേക്ക് പോകും. അബൂ ഹുറൈറ, ഏതുപോലെ എഴുന്നേറ്റ് പോയ നിന്നെ ഞാൻ കുപ്പായത്തിന് പിടിച്ചു തിരിച്ചതുപോലെ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. തീർന്നില്ല. ഒരു ചാണ്ടുകളിൽ സൂര്യൻ, താഴെ ചെമ്പിന്റെ തല. ഹിസാബിന് വേണ്ടി കിടന്നിട്ട് പിടയുകയാണ്. അമ്പിയാക്കളുടെ പുറകെ ഓടുകയാണ്. ആ സമയത്ത് ആകാശത്ത് ലോകത്തുള്ള കോടാന് ജനങ്ങൾ ഹിസാബിൽ കിടന്ന് വല്ലാതെ തീച്ചുളയിൽ വെന്തുരുകുമ്പോ സ്വർഗത്തിന്റെ മുകൾ ഭാഗത്തിന് മിസ്കിന്റെ കുന്നിന്റെ അത്രേ. ആ മിസ്കിന്റെ കുന്നിലിരുന്നിട്ട് ആ കുന്നിലൊരു ചെറിയ വൃക്ഷമുണ്ട്, ഇസ്മുഹു തൂബ. ആ വൃക്ഷത്തിന്റെ പേര് തൂബ എന്നാണ്. തൂബ വൃക്ഷത്തിന്റെ ചുവട്ടിൽ കുറെ കുട്ടികളും കുറെ മുതിർന്നവരും ഇരുന്ന് സ്വകാര്യം പറയും, പൊട്ടിച്ചിരിക്കും. അവർക്ക് ഹിസാബില്ല. ബാക്കിയുള്ളവരൊക്കെ ഹിസാബിൽ നിൽക്കുകയാണ്. താഴെ നിൽക്കുന്ന ആളുകളുടെ മുകളിൽ സ്വർഗത്തിന്റെ മിസ്കിന്റെ കുന്നിലിരിക്കുന്ന അവരോട് ചോദിക്കും, നിങ്ങളാരാ? നിങ്ങൾക്ക് ഹിസാബില്ലല്ലോ, നിങ്ങളാരാ സ്വർഗത്തിന്റെ കുന്നിലിരിക്കുന്നവരാരാ? ആ സമയത്ത് അവര് പറയും, ഞങ്ങൾ ആരെന്നറിയോ? അല്ലാഹുവിന്റെ ദൃഷ്ടിക്ക് വേണ്ടി ഖുർആൻ മനഃപാഠമാക്കിയ ഹാഫിളീങ്ങളാണവർ. നിങ്ങളുടെ അടുത്തിരിക്കുന്നവരാരാ? അവര് പറയും, ഞങ്ങളുടെ അടുത്തിരിക്കുന്നത് ഞങ്ങൾ ഹാഫിളാവാൻ പോയപ്പോ ഞങ്ങൾക്ക് ഭക്ഷണം തന്ന, ഞങ്ങൾക്ക് വസ്ത്രം തന്ന, ഞങ്ങളെ സഹായിച്ചവര് ഞങ്ങളുടെ മാതാപിതാക്കളുമാണ്. ഇൻഷാ അല്ലാഹ് കാവുകളെ കുടുംബത്തിന് സ്വർഗത്തിന്റെ ഈ തൂബാ വൃക്ഷത്തിന്റെ ചുവട്ടിൽ ഇരിക്കാനുള്ള ഒരു വസീലയായി ഈ താമരത്തെ അല്ലാഹു മാറ്റുമാറാകട്ടെ. അവിടെ വെച്ച് പറയണം, അവിടെ എല്ലാവരും ഉണ്ടാകണം, ഈ കുടുംബം മുഴുവൻ ഉണ്ടാകണം. ഞങ്ങൾ ആരാ? ഞങ്ങൾ ഈ ഹാഫിളീങ്ങളെ വളർത്തിയവരാണെന്ന് പറയാൻ കഴിയുന്ന അഭിമാനത്തിന്റെ സ്വർഗത്തിന്റെ മിസ്കിന്റെ കുന്നിൽ, സ്വർഗത്തിന്റെ തൂബാ മരത്തിന്റെ താഴ്വരയിൽ ഒരുമിച്ച് കൂടാൻ കഴിയുന്ന മുത്തഖീങ്ങളാക്കി ഹാഫിളീങ്ങളായി അല്ലാഹു സ്വീകരിക്കട്ടെ. ഞാൻ എന്റെ ജീവിതത്തിൽ ഏറ്റവും അമൂല്യമായി സൂക്ഷിക്കുന്നുവെന്ന് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം ഏതാണെന്ന് വെച്ചാൽ ഞാൻ പറയും, അത് ഖുർആൻ മനഃപ്പാഠം വരെ ഹാഫിളാവാൻ പറ്റും, അല്ലെങ്കിൽ ഇത്ര ആയത്തിങ്ങനെ ഓതാൻ പറ്റും. അത് പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തിനെ വാസ്മന്നാനി, ഈ നാടിന്റെ സംഭാവന, കേരളം മുഴുവൻ അറിയപ്പെട്ട പ്രഭാഷകൻ, ആ പ്രഭാഷണ വഴിയിലൂടെ പോകുമ്പോൾ അള്ളാഹു ആരോഗ്യത്തോടെ കൈസ് കൊടുക്കട്ടെ. ആ നാവിനെ അള്ളാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. ഏറ്റവും വലിയ അനുഗ്രഹം. അൽഹംദുലില്ലാഹ്, ഞാൻ തിരുവനന്തപുരം സെൻട്രൽ ജുമാ മസ്ജിദിൽ
15 കുട്ടികൾ ഹിഫ്ളുൽ ഖുർആൻ നടക്കുന്നുണ്ട്. 3 പേര് ഹാഫിളായി, ഒരു കുട്ടി 8 മാസം കൊണ്ട് ഹാഫിളായി. രണ്ടാമത് എന്റെ ക്യാസറ്റ്, കാലം തന്നെയാണ് സത്യമെന്ന ക്യാസറ്റ് കേട്ടിട്ട് അതിലൊരു ഹാഫിളായ കുട്ടി ഉമ്മാടെ ഖബർ സിയാറത്ത് എന്നൊരു സംഭവം പറയുന്നു. ആ ക്യാസറ്റ് കേട്ട് കോഴിക്കോട് ഫാത്തിമ ഹോസ്പിറ്റലിലെ MD അബ്ദുള്ള സാഹിബ് ദീർഘായുസ് കൊടുക്കാൻ രാത്രി കിടന്നിട്ട് ഉറക്കം വന്നില്ല. ബെൻസ് കാർ എടുത്തിട്ട് വെള്ളിയാഴ്ച രാവിലെ എന്റെ വീട്ടിൽ പോകും. ഉസ്താദെ 1 കോടി രൂപ ഞാൻ, 1 കോടി രൂപ എന്റെ ഭാര്യ, വേറെ ഒരു പിരിവില്ല. ഉസ്താദ് എന്റെ പ്രിൻസിപ്പളായിട്ട് നിന്നാൽ മാത്രം മതി. ഒരു ഹിഫ്ളുൽ ഖുർആൻ തുടങ്ങി. 2 കോടി രൂപ ഭാര്യ ഭർത്താവായി തുടങ്ങി. 50 കുട്ടികൾ അവിടെ പഠിക്കുക. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു നല്ല ഹാഫിളുകളെ കൊടുക്കട്ടെ. കഴിഞ്ഞ മാസം ദുബൈയിൽ നിന്ന് 2 പേര് കാണണമെന്ന് ആവശ്യപ്പെട്ട് തൃശ്ശൂരിൽ ലുലു ഹോട്ടലിൽ പോകും. ഒരേക്കർ സ്ഥലമുണ്ട്. സ്ഥലം ഞങ്ങൾക്ക് ഒരു ഹിഫ്ളോടെ നിങ്ങൾ കൂടെ വന്നാൽ അൽഹംദുലില്ലാഹ്. പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്ത് 3ാമത്തെ സ്ഥാപനം തുടങ്ങാൻ പോകണം. നാളെ 24-ാം തീയതി തറക്കല്ലിൽ. അതൊക്കെ ഇന്നലെ പറവൂർ വെച്ച് സംസാരിച്ചു. എറണാകുളം ജില്ലയിൽ കൂടെ ഒന്നാം തുടങ്ങും. ഒരാള് എറണാകുളം ഹൈവേയിൽ 1 ഏക്കർ സ്ഥലം വന്നിട്ട് ഹിഫ്ളുൽ ഖുർആൻ തുടങ്ങും. ഞാൻ പോയെടുത്തൊക്കെ ഹാഫിളുകൾക്ക് ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യം ഈ വിനീതൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഒരു ഹിഫ്ളിന്റെ ബന്ധമാണ് ഇവിടെ ഈ വ്യാഴാഴ്ച ദിവസം എത്താൻ എന്നെ പ്രേരിപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സദസ്സിനെ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നമുക്കെല്ലാവർക്കും ഈ ദിവസം അവസാനം മർഹൂം യഹിയാക്കാൻ അദ്ദേഹത്തിന്റെ സ്മരണയ്ക്ക് വേണ്ടി ലോകത്ത് ഇങ്ങനെ ഭാഗ്യം ലഭിച്ചൊരു മനുഷ്യൻ വരെ ഉണ്ടാവും. അല്ലാഹു ഈ ഭാഗ്യം നമുക്ക് നൽകട്ടെ. നമ്മൾ മരിച്ചാൽ നിങ്ങൾ ഒന്ന് ചിന്തിച്ചാൽ മതി, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പേരിൽ എത്ര ആളുകൾ ഒരുമിച്ച് കൂടി ഒരു സദസ്സ് ഉണ്ടാവും? അപ്പൊ അങ്ങനെ ഒരാൾക്ക് കിട്ടിയെങ്കിൽ ആ മനുഷ്യൻ എത്ര ഭാഗ്യവാൻ. മരണം അള്ളാഹു എഴുതി വെച്ചതാണ്. അത് ഏത് സമയത്തും എങ്ങനെയുണ്ടാവും. അള്ളാഹുടെ ഖദാഇനെ മറയ്ക്കാൻ ലോകത്ത് ഒരാൾക്കും കഴിയില്ല. അള്ളാഹു അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട ദുനിയാവിലെ കുടുംബജീവിതം ഭാര്യയോടും മക്കളോടുമൊത്ത് അള്ളാഹു സ്വർഗത്തിന്റെ സ്വർണ്ണക്കട്ടിലേക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിന് ഈ സ്ഥാപനത്തിന് നേതൃത്വം നൽകുന്ന ബഹുമാനായ സുഹൃത്ത് സഫീർ ഖാൻ മന്നാനി, നല്ലൊരു സംഘാടകൻ, നല്ല പ്രഭാഷകൻ, എല്ലാം ഒരു സേവന സന്നദ്ധതയുടെ സ്വഭാവം. എനിക്കൊന്നും അങ്ങനെ ആവാൻ കഴിയില്ല. രാത്രി വളർന്നു കഴിഞ്ഞാൽ പലരും മുഴുവാക്കും. സഫീർ ഖാൻ മന്നാനി ഉത്സാഹത്തിന് കൈയും കാര്യം പറ്റാ. സഫീർ ഖാൻ മന്നാനി ഓടി അങ്ങനെ നമുക്ക് കഴിയില്ല. ഇവിടുത്തെ ഉസ്താദന്മാർ, ഇവിടുത്തെ ഹാഫിളുകൾ, ഇവിടെ എത്തിയ ഈ മേഖലയിലെ ധാരാളം പണ്ഡിതന്മാർ, മുത്തഅല്ലിമീങ്ങൾ, എന്റെ സുഹൃത്തുക്കൾ, അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഈ വാദ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഏതായാലും ബാക്കബിയുടെ വാദ് കേട്ട് 100 കണക്കിന് ആളുകൾ ഹാഫിളുകളാവാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്റെ ലാഭം, എന്റെ വാദ് കേട്ടിട്ട് കേരളക്കരയിൽ അങ്ങോളം ഇങ്ങോളം കോഴിക്കോട് ഫാത്തിമ ഹിഫ്ളുൽ ഖുർആൻ അക്കാദമിയിൽ ഞാൻ ഇന്റർവ്യൂ വെച്ചു. 148 ആപ്ലിക്കേഷൻ കിട്ടി. 50 വരെ നിർത്താനുള്ള സ്ഥലമേ ഉള്ളൂ. ഞാൻ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി സമയത്തെത്താൻ ഞാൻ നോക്കുമ്പോൾ കിടക്കുന്ന കാർ ബെൻസ്, ഓഡി, BMW, കോടീശ്വരന്മാരുടെ മക്കളാണ് സ്കൂൾ വിട്ടിട്ട് ഹാഫിളാവുന്നത്. പാവപ്പെട്ടവരൊന്നുമല്ല. നിങ്ങൾ ചിന്തിച്ചെങ്ങനെയാ മുത്തല്ലിങ്ങളെ മാങ്ങാണ്ടി എറിഞ്ഞ് നടന്നിട്ട് സ്കൂളിൽ ടീച്ചർ പറഞ്ഞാൽ കുട്ടപ്പന്മാർ ഓടാൻ വിട്ടതാണ്? അല്ല, 8 പേര് കോടീശ്വരന്മാരുടെ മക്കൾ. ഈ കാസറ്റും ഈ വാദും മാത്രമാണ്. ഏതായാലും ഒരു ലാഭമുണ്ട്. മരിച്ചാൽ 1000 ഹാഫിളുകൾ ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യും, ഉറപ്പാ. പിന്നെ ബാക്കിയുള്ളവർ പലതും പറയും, ഭയങ്കര അഹങ്കാരമായി പോയി, ബ്ലഡ് വെയിറ്റ് ആയി പോയി, അയാൾക്ക് ഇത്ര കാശൊക്കെ ആയിപ്പോയി എന്നൊക്കെ തോന്നും. നായ 2 സൈസാണ്. ഒന്ന് തെരുവ് നായ, മറ്റൊന്ന് വീട്ടിൽ വളർത്തുന്ന നായ. വീട്ടിൽ വളർത്തുന്ന നായ വിളിച്ചടുത്തോട്ട് വരും, പോന്ന് പറഞ്ഞാൽ പോകും. അത് നായയാണെങ്കിൽ അതിനൊരു അഥവുണ്ട്. തെരുവ് നായ അങ്ങനെയല്ല, അത് വിളിച്ചവിട്ട് പോകില്ല, ആരെ കണ്ടാലും കൊലക്കുകയും ചെയ്യും. അതിന് മുന്നിൽ അലിസലാത്ത് നിൽക്കില്ല. അതവുള്ള നായയുണ്ട്, അതവില്ലാത്ത നായയുണ്ട്. പക്ഷെ സാധനം രണ്ടും ഒന്നാണ്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല സ്വഭാവം അതപാലിക്കുക. ഞാൻ ഒന്നുമല്ല, എനിക്ക് ലോകത്ത് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നല്ലതാകാൻ കഴിയട്ടെ എന്ന് ഓർക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ഒരു പാവം വൃദ്ധ ഉണ്ടായിരുന്നു. ആ വൃദ്ധ കാട്ടിലാണ് താമസിക്കുന്നത്. അങ്ങ് തടാകത്തിൽ ഒരു വെള്ളം കോരാൻ പോകും. 2 കുടമാണ്. വലതുഭാഗത്തൊരു കുടം, ഇടതുഭാഗത്തൊരു മൺകുടം. ഈ 2 കുടത്തിൽ വെള്ളം നിറച്ച് അവർ കാട്ടിൽ നിന്ന് നേരെ വീട്ടിലേക്ക് പോയി. എന്നും രാവിലെ നിന്ന് വെള്ളം കോരാൻ പോകും. പക്ഷെ വലതുഭാഗത്തെ കുടത്തിന് ഒരു ചെറിയ ഊട്ടയുണ്ട്, സുഷിരം. ആ സുഷിരത്തിലെ വെള്ളം പോകുന്ന വഴിക്ക് ഇങ്ങനെ വീണുകൊണ്ടിരിക്കും. വീട്ടിൽ ചെല്ലുമ്പോൾ വലതുഭാഗത്തെ കുടത്തിൽ ഒരു തുള്ളി വെള്ളം പോലും ഉണ്ടാവും. ഇടതുഭാഗത്തെ കുടം അങ്ങനെ തന്നെ ഇരിക്കും. പക്ഷെ ആ കുടം അവർ ഉപേക്ഷിച്ചില്ല. അവസാനം വരെ ഈ വലതുഭാഗത്തെ കുടത്തിൽ വെള്ളം പോലും പോകുന്ന വഴിയിൽ സുഷിരത്തിലൂടെ വീഴും. വീട്ടിൽ എത്തുമ്പോൾ ഒന്നുമില്ല. കഥാ സാങ്കല്പികമാണ്. ഫോർ എക്സാമ്പിൾ, അവസാനം ഇടതുഭാഗത്തെ കുടം വൃദ്ധയോട് ചോദിച്ചത്രേ, നിങ്ങൾ എന്തിനാണ് ഈ വലത്തെ കുടവും വെച്ചുകൊണ്ട് നടക്കുന്നത്? അതിനൊന്ന് പൊട്ടിച്ചു കളഞ്ഞൂടെ? കാരണം അതിനകത്ത് വെള്ളം കോരിക്കൊണ്ടവര് വീട്ടിൽ എത്തുമ്പോൾ നിങ്ങൾക്കൊന്നും കിട്ടില്ലല്ലോ.
തൂവാതെ തുളുമ്പാതെ ഉള്ളത് അതേപടി വെച്ച് തരുന്ന ഞാനല്ലേ, പിന്നെ ഈ കുടത്തെ കളഞ്ഞുകൂടെ എന്ന് ചോദിച്ചു. ഇടത്തുഭാഗത്തിരുന്ന കുടം. അപ്പൊ ആ സമയത്ത് വൃദ്ധ പറഞ്ഞു കുടത്തിനോട്, നീ ഒന്ന് നോക്ക്, ഞാൻ പതിവായി വെള്ളം കോരാൻ പോകുന്ന ഒരു വഴിയുണ്ട്, അവിടെ ഒന്ന് നോക്ക്. വലതുഭാഗത്ത് മുഴുവൻ സസ്യവും പുഷ്പവും കായും തളച്ചു നിൽക്കുക. ഇടതുഭാഗത്ത് മുഴുവൻ മരുഭൂമിയുമായി ഒന്നും മുളച്ചിട്ടില്ല. കാരണം ആ കുടം ഒന്നുമില്ലെങ്കിലും അതിലൂടെ വെള്ളം വീഴുമ്പോൾ പോകുന്ന വഴിയിൽ മുഴുവനും അത് വീണ് സസ്യങ്ങൾ മുളച്ച് അതിൽ കായും പൂവുമുണ്ടായി. ആ കുടം നടന്നുപോയ വഴിയിലെല്ലാം സസ്യങ്ങളും വൃക്ഷങ്ങളും മുളപ്പിച്ചിട്ടാണ് പോയത്. ഇടതുഭാഗത്തെ കുടം നീ നിനക്കുള്ളത് അങ്ങനെ തന്നെ തൂവാതെ തുളുമ്പാതെ വെച്ചു. നിനക്ക് ഗുണമുണ്ടായില്ല, കണക്കായി നാടിനും ഗുണമുണ്ടായില്ല. കാവുവിള എന്നൊരു കൊച്ചു കുടുംബം, അവരുടെ കയ്യിൽ കുറെ ഉണ്ടായിരുന്നു. പക്ഷെ ജീവിച്ചു പോയ ആയുസുകളിൽ, അവർ നടന്നുപോയ വഴികളിൽ അവർ കുറെ അവരുടെ കുടത്തിൽ നിന്ന്, ഖജനാവിൽ നിന്ന് ചോർന്നു പോകുന്ന വഴിയിൽ കുറെ പച്ച സസ്യങ്ങൾ മുളപ്പിച്ചു. അഗതികൾക്ക്, അനാഥകൾക്ക്, വിധവകൾക്ക്, പാവപ്പെട്ടവർക്ക്, പള്ളിക്ക്, ഹാഫിദീങ്ങൾക്ക് അതിൽ നിന്ന് ഒത്തിരി മുളച്ചു. നാട്ടിൽ വേറെ മുതലാളിമാരുണ്ടായിരുന്നു. പക്ഷെ അത് പടം മാതിരി തൂവാതെ തുളുമ്പാതെ അതിന്റെ ഉള്ളിൽ മരിക്കണവരെ കടന്നു. മരിച്ചപ്പോൾ 3 തുണിയായിട്ട് പോയി. അള്ളാഹു നടക്കുന്നവരെയും കിട്ടിയ ഒരായുസ് നാളെ മരിച്ചു പോയാൽ ഓർക്കാൻ മുളപ്പിക്കുന്ന സസ്യങ്ങൾ മുളപ്പിക്കുന്ന നല്ലവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്നത്